നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഈ നല്ല സമയത്ത് വിശേഷിയാൽ ഈ സന്തോഷമുള്ള വേളയിൽ കർത്താവിന്റെ തിരുസന്നിധാനത്തിൽ ഒരു മനസ്സോടുകൂടെ ഈ സൂം മീറ്റിംഗിൽ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിപ്പാൻ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ മീറ്റിംഗിൽ ഒരിക്കൽ കൂടെ പങ്കെടുക്കാൻ തന്ന അവസരം ദൈവം തന്ന ഏറ്റവും നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായി കരുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസന്മാർക്ക് വിശേഷിയാൽ ഈ മീറ്റിംഗിൽ അധ്യക്ഷനായി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കർത്തൃദാസും പ്രിയ ഷാജി പാസ്റ്റർ ബാക്കിയുള്ള പ്രിയപ്പെട്ടവർ നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധാനത്തിൽ ഈ നീണ്ട ദിവസങ്ങൾ ആയിരിക്കുന്ന പ്രാർത്ഥനയുടെ ഈ ആദ്യ ദിവസം കർത്തൃസന്നിധിയിൽ ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവവാദിപീഠത്തിലായിരിക്കാൻ എനിക്ക് തന്ന അവസരത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കൂടെ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. കർത്തൃദാസനോട് പ്രത്യേകിച്ചുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ കർത്താവിന്റെ തിരുമുമ്പാകെ ഒരുമിച്ചായിരിക്കാൻ ദൈവവചന കേൾവിയുടെ പ്രാധാന്യതയും ദൈവവചനത്തിലൂടെ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളൊക്കെ എത്ര ശ്രേഷ്ഠമാണെന്നുള്ളത് ദൈവവചനത്തിലൂടെ അനേക പ്രാവശ്യം നിങ്ങൾ ബോധിക്കപ്പെട്ടിട്ടുള്ളതാണതുകൊണ്ട് ഞാൻ ആമുഖം മറ്റൊന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ദൈവാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. കർത്താവിന്റെ ഇടപെടലുകൾ നമ്മുടെ മേൽ നിറവേറ്റട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ ഒരു പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിന്റെ തിരുമുമ്പാകെ ഒരുമിച്ചായിരിക്കാം. ആ പ്രതീക്ഷയോടുകൂടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ഹൃദയം നമ്മളെ തുറന്നു കാണിക്കേണ്ടതിന്, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ പകരേണ്ടതിന് ഈ സമയം കർത്താവ് നമുക്ക് പ്രയോജനപ്പെടുത്തുമുള്ള പ്രതീക്ഷയോടെ ഞാൻ ദിനവൃത്താന്ത പുസ്തകത്തിലെ ഒരു വാക്യം വായിച്ച് അതിൽ നിന്ന് ഇന്ന് ഇവിടെ ഈ സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർക്ക് അനുഗ്രഹവും ദൈവകൃപയും കർത്താവ് പകരേണ്ടതിന് ആ വാക്യത്തെ ദൈവദിനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ പങ്കുവെക്കാൻ കർത്താവിൽ ഒരുങ്ങുകയാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. പരിചിത വാക്യമായിരിക്കാം, പക്ഷേ പുതിയ നിയമസഭയ്ക്ക് വേണ്ട ഒരു ദൈവിക ചിന്ത ഞാൻ അതിൽ നിന്ന് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരമാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരെ ന്യായം വിധിക്കില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അടുത്ത വാചകം, എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഈ വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് ചില ചിന്തകൾ. ഞാൻ ഈ വാക്യത്തെ കുറെ നാളുകൾക്ക് മുമ്പ് ജീവിതത്തിന്റെ ഒരു പ്രധാന ഘട്ടത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് യഹോശാഫാത്തിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനൊരു വാക്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് ഞാൻ എൻ്റെ ഡയറി കുറിപ്പുകളിൽ ചില കുറിപ്പുകൾ എഴുതി വെച്ചിരുന്നു. പിന്നെ ഏതൊക്കെയോ പ്രസംഗത്തിൽ ഞാൻ ഈ ഭാഗത്തിന്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ കോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ സന്ദേശത്തിന് ഒരുങ്ങുന്ന സമയത്ത് കർത്താവിന്റെ ആത്മാവ് രാവിലെ ഞാൻ എൻ്റെ ഡെയിലി ഡിവോഷണൽ ബുക്കിന് വേണ്ടി എല്ലാ വർഷവും ഇറക്കുന്ന ഓരോ ദിവസവും വായിച്ച് ധ്യാനിക്കാൻ പറ്റുന്ന ബുക്കിന് വേണ്ടി ഞാൻ ചില പേജുകൾ എഴുതിയപ്പോൾ ഈ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്ത് പുതിയ ചില ചിന്തകൾ പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തന്നു. ആ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിനകത്ത് ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ട് അത് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കാം. ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ വാക്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. യഹോശാഫാത്ത് രാജാവിന്റെ കാലഘട്ടം, യഹൂദ്യ നാട് അദ്ദേഹം രാജാവായി വാഴുന്ന സമയം, ആ കാലഘട്ടത്തെക്കുറിച്ചും ആ രാജാവിനെ കുറിച്ചൊക്കെ യഹൂദയിലെ നല്ല രാജാക്കന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തെ കുറിച്ചൊക്കെ അറിയാം. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് 3 സംഘടിത ശക്തികൾ യഹോശാഫാത്തിന് നേരെ, രാഷ്ട്രത്തിന് നേരെ വരികയാണ്. അവര് 3 പേരും ഒന്നാമത്തെ വാക്യത്തിനകത്തൊക്കെ ഉണ്ട്. അവർ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ മോവാബരും അമ്മോന്യരും അവരോടുകൂടെ മെയ്യൂനിൽ ചിലരും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവരെ കുറിച്ച് യഹോശാഫാത്ത് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു വാക്ക് ഉണ്ട്. ഇവരെ കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. 10-ാമത്തെ വാക്യമാണ്, 20-ന്റെ 10. ഇസ്രായേൽ മിസ്രയീം ദേശത്ത് നിന്ന് വരുമ്പോൾ അവർ അമ്മോന്യരെയും മോവാബിരെയും സൊയ്യർ പർവ്വതക്കാരെയും ആക്രമിക്കാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ. അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി. ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ ഞങ്ങളെ നീക്കളയാൻ അവര് വന്നിരിക്കുന്നു. അപ്പൊ ആ വാക്ക് അവിടെ നമുക്ക് തുടങ്ങാം. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കും, പറയും, ദൈവമേ, അന്ന് മിസ്രയീം എന്ന് വരുന്ന സമയത്ത്
ദൈവം പ്രത്യേകം പറഞ്ഞിരുന്നു ഇവരെ തൊടണ്ട. എത്രയോ 40 വർഷത്തിനിടയിൽ 42 സ്ഥലങ്ങളിൽ പാളയം ഇറങ്ങി മുമ്പോട്ട് പോകുമ്പോൾ ഇസ്രായേലിന് കരുത്തു കൊടുത്ത് ദൈവമായ കർത്താവ് പലരെയും തട്ടി മാറ്റി, ചിലരെ ഇല്ലാതാക്കി, ചിലരോട് യുദ്ധം ചെയ്തു, അങ്ങനെയൊക്കെ വന്നത്. പക്ഷേ ദൈവം പ്രത്യേകം പറഞ്ഞു ഇവരെയും മിസ്രയീം ദേശത്ത് വരുമ്പോൾ അമ്മോന്യരെയും മോവാബിരെയും ഈ പറയുന്ന സ്വയ്യർ പർവ്വതക്കാർ, അവരാണ് മെയൂനിൽ എന്ന് പറയുന്നവര്, ഇവരെ തുടരുത് എന്ന് ദൈവം പറഞ്ഞിരുന്നു. അപ്പൊ അവര് സുരക്ഷിതമായിട്ട് ദൈവത്തിന്റെ പ്രത്യേക കമാൻഡിങ്ങിൽ ഒരു പരിഗണനയിൽ അവരെ തൊടാതിരുന്നതാ. അന്ന് ദൈവം അവർക്കൊരു പരിഗണന കൊടുത്തതാ. പക്ഷെ ഇന്ന് ആ പരിഗണന കൊടുത്തവര് ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി വന്നിരിക്കുന്നു എന്നാണ് പ്രാർത്ഥനയ്ക്കകത്ത് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത്. സ്തോത്രം. അവിടെ നിന്നാണ് ദൈവാത്മാവ് നിങ്ങൾ ചിലരോട് പറയാൻ വേണ്ടി കർത്താവിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ആലോചന. പരിഗണന കൊടുത്തു. ദൈവം പറഞ്ഞു വെറുതെ വിട്ടേരെ, അവർ തൊടണ്ട, അവർ ജീവിച്ചു പോക്കോട്ടെ. പലരോട് ഏറ്റുമുട്ടിയപ്പോൾ, പല കാര്യങ്ങളിൽ യുദ്ധം ചെയ്തപ്പോഴൊക്കെ അവരെ മാറ്റി നിർത്തി. പക്ഷേ സ്വന്തം കാലം നിൽക്കാറാവുന്ന, അല്ലെങ്കിൽ അവര് ഈ ദേശത്ത് ഇസ്രായേൽ വന്ന് ആ നിലവാരത്തിൽ വന്നപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അവര് തിരിച്ച് ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയാണ്. അത് പ്രാർത്ഥനയിൽ ഉപയോഗിക്കുകയാണ് യഹോശാഫാത്ത്. അപ്പൊ അവരാണ് തിരിച്ചു വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ കൺക്ലൂഷനായി വെച്ചിരിക്കുന്ന കാര്യം ഞാൻ ഇപ്പോഴേ ആ വാക്ക് പറഞ്ഞാൽ ഇവര് പറയാം. സർവശക്തനായ ദൈവമാണ് ഇപ്പോൾ വാസ്തവത്തിൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഉത്തരവാദി. അന്ന് ഇവരെ അങ്ങ് ഇല്ലാതാക്കിയാൽ മതിയായിരുന്നു, അന്ന് ഇവരെ ഒഴിവാക്കിയാൽ മതിയായിരുന്നു, അന്ന് ഇവരെ അല്ലെങ്കിൽ കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അന്ന് ദൈവം പറഞ്ഞു തൊടണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ അവരെ ശേഷിപ്പിച്ചത് ഇന്ന് അതൊരു ഉപദ്രവമായി വന്നിരിക്കുക. അങ്ങനെ വന്നിരിക്കുന്ന ആ വിഷയത്തെ സ്തോത്രം ഭയത്തോടും ഭീതിയോടും കൂടെ കാണുമ്പോൾ വാസ്തവത്തിൽ ഇതിന്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. ആ വിഷയത്തിന് വേണ്ടി ഇവരൊന്നും ചെയ്യേണ്ട വന്നില്ല. സ്വർഗത്തിലെ ദൈവം തന്നെ ആ കാര്യത്തെ പരിഹരിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ഞാന് എന്റെ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്ന ദൈവാലോചന പറയാം. സ്തോത്രം. കർത്താവ് ചില കാര്യങ്ങളെ നമ്മളോട് പറഞ്ഞു. നമുക്ക് അന്ന് ന്യായമില്ലാത്തത് കൊണ്ടല്ല, അന്ന് നമുക്ക് തെളിവില്ലാത്തത് കൊണ്ടല്ല, അന്ന് നമുക്ക് പറയാൻ സാധ്യതയില്ലാത്തത് കൊണ്ടല്ല. അന്ന് പല കാര്യങ്ങൾ ദൈവമായ കർത്താവ് വിടാനും ക്ഷമിക്കാനും പറഞ്ഞത് ഇന്നൊരു ഭാരമായി വന്നിരിക്കുന്നെങ്കിൽ ആ കാര്യത്തിന്റെ മേൽ സ്വർഗസ്ഥനായ ദൈവം തന്നെ പരിഹാരം ഒരുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ, ഇനി ഞാൻ പറയാൻ പോകുന്ന ഭാഗങ്ങൾ ഈ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് 7 ദിവസത്തെ പ്രത്യേക മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ കർത്താവ് അന്ന് ദൈവ ഉത്തരവാദിത്തപ്പെട്ട് ഇടപെട്ട വിഷയം ഇന്ന് തിരിച്ചൊരു ഭാരമായി വന്നിരിക്കുന്നെങ്കിൽ ആ ഭാരത്തെ പരിഗണിപ്പാൻ സ്വർഗസ്ഥനായ ദൈവം ഈ പ്രാർത്ഥനാ മധ്യത്തിൽ ചിലർക്ക്, ചില കുടുംബങ്ങൾക്ക്, ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് ഇപ്രാവശ്യം ദൈവമായ കർത്താവ് പറയുന്നു നീ തൊടണ്ട വരില്ല, ഞാനാണ് ഉത്തരവാദി, ഞാനാണെന്ന് പറഞ്ഞത്. അത് തൊടണ്ട, വിട്ടേരെ എന്ന് പറഞ്ഞ കേസ് ഇന്ന് നിനക്ക് ഭാരമായി വന്നെങ്കിൽ, നീ ആത്മീകം നോക്കി പല കാര്യങ്ങളും ക്ഷമിച്ചത്, നീ ദൈവത്തെ ഓർത്ത് പല കാര്യങ്ങളും മിണ്ടാതിരുന്നത് ഇന്ന് ഭാരമായി വന്നെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം ഈ പ്രാർത്ഥന തുടങ്ങുന്ന ദിവസം പറയുന്നു അങ്ങനെയുള്ള ചില ഭാരങ്ങളെ കൈകാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ച ഒരാഴ്ചയാണ് ഈ ഒക്ടോബർ മാസത്തിലെ ഈ ഒരാഴ്ച. അത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെടുക്കുന്നത് ഏത് വിധത്തിലാണെന്ന് പറയാനൊക്കെയില്ല. നീ മിത്രത്തെ പോലെ കണ്ടത് ശത്രുവിനെ പോലെ ആക്കി വെച്ചിരിക്കുന്ന പല ക്രമീകരണങ്ങളെ സ്വർഗസ്ഥനായ ദൈവം ദൈവത്തിന്റെ ജ്ഞാനത്തിൽ പരിഹരിക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതാണ് വാസ്തവത്തിന്റെ ഉള്ളടക്കം. ഇവിടെ യഹോശാഫാത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വായിച്ച 12ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇങ്ങനൊരു വാക്ക്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന, കർത്താവിന്റെ കൃപയിൽ മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് കൈമലർത്തി പറയാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പപ്പനും അമ്മയെല്ലാം കരുതി വെച്ചിരിക്കുന്നു, ആർക്കും വലിയ ബേർഡൻ ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്നവർക്ക് ആ പ്രശ്നം കാണുകയല്ല. പക്ഷേ ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ എപ്പോഴെങ്കിലും, എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും, ഈ ചോദ്യം ചിലപ്പോൾ ഒരു 70 വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ ഒന്നിലധികം പ്രാവശ്യം ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ടോ, സ്നേഹമുള്ളവരോട് തമ്മിൽ സംസാരിക്കുമ്പോഴോ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഫോൺ വരുമ്പോഴോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിക്കുമ്പോഴോ ഒക്കെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ, ചില വിഷമങ്ങൾ, ചില വേദനകൾ വരാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഈ ദിവസങ്ങളിൽ
ഏത് വിഷയമാണെങ്കിലും, രോഗമോ പ്രയാസമോ ബുദ്ധിമുട്ടോ കഷ്ടതയോ എന്ത് തന്നെയാണെങ്കിലും, എന്ത് ചെയ്യണമെന്നറിയാത്ത വേളകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അഥവാ വരികയാണെങ്കിൽ അതിനൊരു പരിഹാരം ദൈവമായ കർത്താവ് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, സ്തോത്രം, നിന്റെ സ്ഥിതി പരിങ്ങലിലാണ്, നിലനിൽപ്പിനെ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണ്, കഷ്ടത്തിലേക്ക് നീങ്ങുകയാണ്, എന്റെ കുഞ്ഞിന്റെ കാര്യം ഒരു ബുദ്ധിമുട്ടിലാണ്, ഇനി എത്ര ദിവസത്തേക്ക് നിൽക്കാൻ പറ്റും, എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചൊന്നും അറിവില്ല എന്ന നിലവാരത്തിലൊക്കെ നമ്മൾ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ കർത്താവിന്റെ ആത്മാവ് ശ്രദ്ധയോടിരിക്കുന്ന ദൈവമക്കളോട് പറയാം, സ്തോത്രം, എന്ത് ചെയ്യണമെന്നറിയാത്ത വിഷയം കുടുംബജീവിതത്തിനകത്തുണ്ടോ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കകത്തുണ്ടോ, സഭയ്ക്കകത്തുണ്ടോ, ആത്മീകത്തിലുണ്ടോ, ശരീരത്തിലൊരു പ്രയാസമായിട്ടുണ്ടോ, എന്ത് തന്നെയാണെങ്കിലും കർത്താവിന്റെ സന്നിധാനത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, എന്ത് ചെയ്യണമെന്നറിയാത്ത വിഷയത്തിന് സ്തോത്രം, സ്വർഗസ്ഥനായ ദൈവം പരിഹാരം ഒരുക്കി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഏറ്റുവാങ്ങാനൊരു മനസ്സ് ഈ ആഴ്ചത്തെ പ്രാർത്ഥനയിൽ എന്നേക്കാൾ ശക്തന്മാരായ ദൈവദാസന്മാർ ഓരോ ദിവസവും വചന ശുശ്രൂഷിക്കുമ്പോൾ അവർക്കൊരാമുഖം എന്ന വണ്ണം ഈ യോഗത്തിന്റെ പ്രഥമ ദിവസം പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, എന്ത് ചെയ്യണം എല്ലാം എനിക്കറിയാം, അതുകൊണ്ട് സ്തോത്രം, ഒരാലോചനയ്ക്കല്ല, ഒന്നും ഇനി ചെയ്യാനില്ല, ഒന്നും ഇനി നോക്കാനില്ല, എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു സ്ഥിതിയിലിരിക്കുന്ന വിഷയത്തിന് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് ആലോചനയായി നൽകി തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത വേളയിലും സ്തോത്രം, ആത്മീകരായിരിക്കുന്ന നമ്മൾക്ക് ചെയ്യാൻ ചില കാര്യങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ വേണ്ടി, ദൂതായിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഇതാണ് മലയാളിയുടെ ഒരു ഫ്രേസാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയും. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ, വിസ കാലാവധി തീർന്നാൽ, ഒരുപക്ഷെ പരീക്ഷയ്ക്ക് 3 വട്ടം പരാജയപ്പെട്ടാൽ, ഇനി ഒന്നോടെ ചെയ്യാൻ സാധ്യതയുണ്ട്, ലാസ്റ്റ് ചാൻസ് ആയാൽ പിന്നെ നമ്മൾ പറയുള്ളൂ എന്തോ ചെയ്യണമെന്ന് അറിയില്ല പാസ്റ്ററെ എന്ന് പറയാനാണ് സാധ്യത. അങ്ങനെ ഉള്ളപ്പോഴും രക്ഷപ്പെടാനുള്ള പഴുതുകൾ വേദപുസ്തകം മാത്രം നമുക്ക് തരുന്നുണ്ട്. 2 ഓപ്പർച്യൂണിറ്റി മിക്കവാറും ഉണ്ടാകും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുന്ന സാഹചര്യത്തിൽ പല ആളുകളും ഈ ആത്മഹത്യക്കൊക്കെ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകുന്ന ആളുകൾ, അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോഴാ വാസ്തവത്തിൽ അവർ ഈ കാര്യത്തിലേക്കൊക്കെ നീങ്ങുന്നത്. പക്ഷെ ഇന്ന് ദൈവാത്മാവ് പറയാൻ പ്രേരിപ്പിക്കുന്ന ഭാഗം ഞാൻ പറയാം, എന്ത് ചെയ്യണമെന്നറിയാതെ വരുമ്പോൾ നമുക്ക് 1 രൂപ മുടക്കില്ലാതെ, ആരുടെയും സഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്ന 3-4 കൂട്ടം കാര്യങ്ങൾ സഭയോട് പറയാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ എനിക്ക് പ്രേരണ തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. സ്തോത്രം, അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി മരുന്നില്ല, ഇനി ട്രീറ്റ് ചെയ്യാനില്ല, ഇനി പ്രാർത്ഥിക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കാത്തിരുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന എത്ര വിഷയമാണെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ ആത്മീക കൂട്ടായ്മയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് സ്വർഗം നമുക്ക് പറഞ്ഞു തരട്ടെ. അങ്ങനെ ചെയ്തതിനിടയിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് നിറവേറ്റിയ തെളിവുകളടക്കം ചില കാര്യങ്ങൾ എനിക്ക് നിക്ഷിപ്തമായിരിക്കുന്ന സ്തോത്രം കർത്താവിന്റെ സന്നിധാനത്തിൽ പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1, 2, 3, 4 എന്ന് ഞാൻ വേഗത്തിൽ പറഞ്ഞതിന്റെ സമയത്തിനുള്ളിൽ ആ കാര്യങ്ങൾക്കകത്ത് ദൂതുകൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കാം. കേൾക്കൂ സ്തോത്രം. ഒന്നാമത്തെ കാര്യം ഇവിടെ എഴുതിയിരിക്കുന്ന ആ വാക്ക് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, എന്ത് ചെയ്യണമെന്നറിയാത്തൊരു വിഷയം വരുവാണെങ്കിൽ, അതിപ്പോ ഈ പറയുന്ന രാജാവാണ്, രാജാവായിക്കോട്ടെ, പ്രജയായിക്കോട്ടെ, മുതലാളി ആയിക്കോട്ടെ, തൊഴിലാളി ആയിക്കോട്ടെ, വിശ്വാസി ആയിക്കോട്ടെ, പാസ്റ്റർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഏത് സാഹചര്യത്തിലും ആർക്കും പറ്റാം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യം. പെട്ടെന്നൊരു പ്രയാസം നേരിട്ടു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ വരുന്ന വേളയിൽ ഇവര് ചെയ്ത ഒന്നാമത്തെ കാര്യം അവിടെ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്നാ പിന്നെ ചത്തേക്കാന്ന് വിചാരിക്കുകയല്ല, എന്നാ ഇനി പ്രാർത്ഥനയ്ക്കും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല വിചാരിക്കുകയല്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വന്നപ്പോൾ ആദ്യം ചെയ്തത് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സൂമിൽ ആരൊക്കെ ഏതൊക്കെ നിലവാരത്തിലുള്ളവർ എനിക്കറിയില്ല. സ്തോത്രം. കുറച്ചുപേര് സ്തോത്രം വീഡിയോ ഓൺ ചെയ്ത്, ബാക്കിയുള്ളവരൊക്കെ ഒത്തിരി പേര് കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സ്ഥിതി എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ആത്മാവിന്റെ കയ്യിൽ തന്ന ദൈവാലോചന പറയുകയാണ്, ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തപ്പോൾ
വേറൊന്നിലേക്കും തിരിയരുത്. സ്തോത്രം. ഒത്തിരി പേര് മദ്യത്തിലേക്ക് തിരിഞ്ഞു, മയക്കുമരുന്നിലേക്ക് തിരിഞ്ഞു. ഒത്തിരി പേര് സ്തോത്രം മറ്റു ചില നീചമായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു, ക്രൂരതയിലേക്ക്, പ്രതികാരത്തിലേക്കൊക്കെ തിരിഞ്ഞു. അവരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടു. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റുമെന്നറിയില്ല, എല്ലാം തീർന്നെന്ന് വിചാരിച്ചതാണ്, ഇനി ഒരു മുമ്പോട്ട് യാത്ര ഇല്ലെന്ന് വിചാരിച്ചത്. പക്ഷേ ആ സമയത്ത് ദൈവത്തിന്റെ കൃപയാൽ ചിലര് പ്രാർത്ഥിക്കാൻ കൂടെ വന്നു, ചിലര് കൈത്താങ്കൾ തന്നു. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ഒരു അവസരം കിട്ടി. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് വിചാരിച്ചതല്ല, ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ എങ്ങനെ നടന്നു? സ്വർഗത്തിലെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ സ്വർഗസ്ഥനായ ദൈവം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവാത്മാവിൽ ഞാൻ പറയാം, ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നത് വേദപുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാത്മീക ദൂതാണ്. ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് ദൈവത്തിങ്കിലേക്ക് തിരിക്കാനാണ് എല്ലാവരെയും സ്തോത്രം കർത്താവ് കാര്യങ്ങൾ ഒരുക്കി. യെശയ്യാ പ്രവചനത്തിനകത്ത് ഒരു ഗംഭീര വാക്യമുണ്ട്. സ്തോത്രം. ലോകത്തോട് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനൗൺസ്മെന്റ് ആണ്. ആ വാക്യതാണ്, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുക. സ്തോത്രം. ആ വാക്ക് ലോകത്തോട്, അതിന് ജാതിയില്ല, മതമില്ല, സാക്ഷാൽ മനുഷ്യനെ സൃഷ്ടിച്ച മഹാദൈവത്തിന്റെ ഏറ്റവും വലിയ മാനവരാശികൾ നേരെ ദൈവമായ കർത്താവ് തന്റെ അധരം തുറന്നു വെച്ചിട്ട് പറയുകയാണ്, ആരും ആയിക്കോട്ടെ ദൈവത്തിങ്കിലേക്ക് തിരിയുക. സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തിങ്കിലേക്ക് തിരിയുക. അങ്ങനെ തിരിയുന്ന രക്ഷപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. രക്ഷപ്പെടാൻ ഒരു പഴുതില്ലാതെ വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവർക്ക് രക്ഷപ്പെടാം. ഞാൻ വേദപുസ്തകത്തിലെ ഒരുപാട് വാക്യങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവരെ കണ്ടിട്ടുണ്ട്. തിരിഞ്ഞിട്ട് അവര് വിടുതലും നന്മയൊക്കെ അനുഭവിച്ചവരെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ എന്നാൽ ഒറ്റ തെളിവ് മാത്രം പറഞ്ഞിട്ട് ബാക്കി എനിക്ക് 3-4 കൂട്ടം കാര്യം കൂടി പറയാനുള്ളത് കൊണ്ട് ഒരു തെളിവ് ഞാൻ പറയാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിനകത്ത് പത്മോസിൽ കിടക്കുന്ന യോഹന്നാന്റെ സ്തോത്രസ്ഥിതികളും കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയായിരിക്കും. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, 1:12. എന്നോട് സംസാരിച്ച നാഥം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനുമായി മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. സ്തോത്രം. നോക്കൂ, ആ വാക്ക് എഴുതിയിരിക്കുന്നത് പത്മോസിൽ കിടക്കുക. പത്മോസിൽ നിന്ന് പുറത്തു വന്ന ഒരു ചരിത്രം ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രസംഗം കേട്ടിട്ടുണ്ടായിരിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും കർത്തൃദാസമ പ്രസംഗിക്കുമ്പോൾ അതൊക്കെ ഒരു വാക്കിൽ പറഞ്ഞിട്ടേ പ്രസംഗിക്കാറുള്ളൂ. എന്റെ പ്രഭാഷണം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അല്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ പശ്ചാത്തലങ്ങൾ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ കാര്യത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനെ 1-2 കാര്യങ്ങൾ ചിന്തിച്ചേ പറ്റൂ. സ്തോത്രം. കേൾക്കണേ പ്രിയപ്പെട്ടവരെ. പത്മോസ് എന്ന് പറയുന്ന ഏകാന്ത തുരുത്തിലേക്ക് വയോധികനായിരിക്കുന്ന യോഹന്നാനെ കൊണ്ട് റോമൻ സർക്കാർ നാട് കടത്തി വിടുകയാണ് ചെയ്തത്. സ്തോത്രം. അങ്ങനെ നാട് കടത്തിയതിന്റെ വെളിച്ചത്തിൽ സ്തോത്രം സംഭവിച്ചു പോയത്, അവിടെ നിന്ന് പിന്നെ പുറത്തു വരാൻ സാധ്യതയില്ല. അങ്ങനെ സാധ്യതയില്ലാതിരിക്കുന്ന സന്ദർഭത്തിലാണ് പത്മോസിൽ കിടക്കുമ്പോൾ സ്തോത്രം യോഹന്നാന്റെ പിറകിൽ ഒരു നാദം അഥവാ ഒരു ശബ്ദം. സ്തോത്രം. ആ ശബ്ദം കേട്ടിട്ട് അവഗണിക്കാതെ അത് എന്താന്ന് കാണാൻ തിരിഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ വാക്ക്, ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ സ്ഥിതികൾ മാറാൻ തുടങ്ങും. സ്തോത്രം. നമ്മളോട് ദൈവശബ്ദം ഈ 7 ദിവസത്തെ മീറ്റിങ്ങിനകത്ത് സ്തോത്രം പ്രസംഗം ആരുമായിക്കോട്ടെ, പക്ഷെ ഇതിനിടയിൽ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടി ഇരിക്കുന്ന ദൈവമക്കളാണെങ്കിൽ അവരോട് പറയാം, പ്രസംഗമല്ല, ഇതിനകത്ത് ദൈവശബ്ദം ഉണ്ടാകും. സ്തോത്രം. നമ്മളെ കേൾപ്പിക്കുന്ന ദൈവാലോചന കാണും. അതിനാണ് ദൈവവചനം പ്രസംഗിക്കുന്നത്. ഇതൊരു കലയല്ല. സ്തോത്രം. ഇതൊരു പ്രോഗ്രാമിന്റെ ഭാഗമല്ല. വചന ശുശ്രൂഷയ്ക്കകത്ത് ദൈവശബ്ദം ഉണ്ടാകും. അതിന് ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ സ്തോത്രത്തിൽ കവിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന പക്ഷം ഇതിനിടയിൽ എപ്പോഴെങ്കിലും, ചിലപ്പോൾ അവസാനത്തെ മിനിറ്റുകളിലായിരിക്കാം, നിങ്ങൾ കൂട്ടായ്മകളിലും യോഗങ്ങളിലും പങ്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലത്തെ മീഡിയയിലൊക്കെ പങ്കെടുക്കുമ്പോൾ എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഇന്നലെ അനുഭവിച്ച വിഷയമാണ്. ഞാൻ ഈ ഡെയിലി മെസ്സേജ് അയക്കുന്നത് പ്രിയ കർത്തൃദാസ ഷാജൻ പറഞ്ഞല്ലോ. സ്തോത്രം. എത്രയോ പേര് ഓരോ ദിവസം ഇന്നലെ രാത്രി ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞ് ഞങ്ങൾ സങ്കടപ്പെട്ട വിഷയമാണ്. നേരം വെളുത്തപ്പോൾ ഒരു ചെറിയ ക്യാപ്സൂൾ പരുവത്തിൽ ദൈവം ഞങ്ങളുടെ
കാതിൽ കേൾപ്പിച്ചത്. എനിക്കൊരു കാര്യം അറിയാം, സ്വർഗസ്ഥനായ ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും വിലയേറിയതായി കാണാൻ ആര് തയ്യാറാകുന്നോ അവർക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയാം, നീ വേദനിക്കുന്ന വിഷയത്തിന്റെ പുറകിൽ ദൈവം തുടക്കം കുറിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഒരു ദൈവശബ്ദം. ഹല്ലേലൂയ. ഒരു വാക്കായിരിക്കും, ഒരു വചനമായിരിക്കും, ഒരു വാചകമായിരിക്കും. അത് നിന്റെ ഹൃദയത്തിനകത്ത് വിത്തുപോലെ പകരാൻ ദൈവം ശക്തനായ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ആ ഒരു ശബ്ദത്തിൽ നിന്നാണ് വിടുതലുകൾ ആരംഭിക്കുന്നത്. നിങ്ങൾ പത്മോസിൽ കാര്യഗതികൾ മാറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലാതാക്കാനാണ് റോമൻ സർക്കാർ ശ്രമിച്ചത്. ഇനി ഇതുണ്ടാകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത്. ഇനി ഒരിക്കൽ പോലും മടങ്ങി വരില്ല, ഇനി ഭൂഖണ്ഡം കാണില്ല എന്ന് വിചാരിച്ചതാണ്. അതുപോലെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വിഷയം എന്ത് തന്നെയാണോ അതിനിടയിൽ സ്വർഗസ്ഥനായ ദൈവം വിടുവിക്കുന്നത് തന്റെ ശബ്ദമയച്ചാണ്. എത്രയോ വാക്യങ്ങൾ നമുക്കറിയാം. കർത്താവിന്റെ സന്നിധാനത്തിൽ വേദനയിൽ കിടക്കുമ്പോൾ, പ്രയാസത്തിൽ കിടക്കുമ്പോൾ, കഷ്ടത്തിൽ കിടക്കുമ്പോൾ ഒരു ദൈവശബ്ദം കൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ച അനേകരെ ദൈവസന്നിധിയിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിന്റെ ശബ്ദത്തിന് കാതോർക്കുന്നവരെ, അതെന്തെന്ന് കാണാൻ തിരിഞ്ഞപ്പോൾ അവിടെ മുതൽ കാര്യം മാറുകയാണ്. ശബ്ദം എന്തെന്ന് കാണാൻ തിരിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടു. കർത്താവിന്റെ ആലോചന കേട്ടു. സ്തോത്രം. ദൈവസഭകളോടുള്ള ദൂത് കിട്ടി. അതിനപ്പുറം 4-ാം അധ്യായത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഇവിടെ കയറി വരുവീൻ എന്നുള്ള ദൈവശബ്ദം കേട്ടു. സ്തോത്രം. അവിടെ മുതൽ യോഹന്നാന്റെ സ്ഥിതി മാറുകയാണ്. എന്താണെങ്കിലും വെളിപ്പാട് പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, പത്മോസിൽ വെച്ച് സ്തോത്രം യോഹന്നാൻ അവസാനിച്ചില്ല. പത്മോസിന് വെളിയിൽ വന്നു. നിങ്ങൾ യോഹന്നാനെ വിളിച്ചിട്ട് ചോദിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എങ്ങനെ സാധിച്ചു? ആർക്കും നടക്കാത്തത്. പലരും പട്ടുപോയ സ്ഥലത്ത്, ഒരുപാട് പേര് തീർന്നു പോയ സ്ഥാനത്ത് അങ്ങേക്ക് എങ്ങനെ വീണ്ടും പുറത്തു വരാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ദൈവശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു. അതോടെ സ്തോത്രം ജീവിതം മാറാനിടയായി തീർന്നു. ഞാൻ വേദപുസ്തകത്തിൽ കണ്ട ഒരു അസാധാരണ കാര്യം കൂട്ടി എഴുതി വെക്കുന്നവർക്കൊക്കെ വേണ്ടി പറയാം. ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ജീവിതത്തിന്റെ വഴിതെറ്റി നടക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ തകർന്ന് നടക്കുമ്പോൾ, നമ്മുടെ കരിയർ ബ്ലോക്കായി നിൽക്കുമ്പോൾ, ആരും കാണാത്തത് ചിലത് കാണാൻ, ആരും കേൾക്കാത്തത് കേൾക്കാൻ ദൈവം അവസരം തരും. നിന്റെ വീട്ടിൽ അപ്പനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ആരും കേൾക്കാത്തത് അതിലേക്ക് തിരിയാനൊരു അവസരം തരുമ്പോൾ അത് വിനിയോഗിക്കുന്നവർ രക്ഷപ്പെടും. മുൾപ്പടർപ്പിൽ കത്തുന്ന തീ കണ്ട മോശയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മനസ്സ് നീറി ഒരു വലിയ സാധ്യതയിൽ നിന്ന് എത്ര ഘട്ടങ്ങൾ മാറിയിറങ്ങി. ജീവിതത്തിന്റെ പല ഘട്ടങ്ങൾ. സ്തോത്രം. ജനിച്ച കാലം മുതൽ ഓരോരോ ശോധനകൾ നടത്തി അങ്ങനെ ജീവിതത്തിന്റെ വലുതും ചെറുതും ഒക്കെ കണ്ട മനുഷ്യൻ ഒറ്റപ്പെട്ടവനായി ആടുകളുടെ പുറകെ ആരുമില്ലാത്ത മരുഭൂമിയിലൂടെ തീറ്റി നടക്കുമ്പോൾ മുൾപ്പടർപ്പിനകത്ത് കത്തുന്ന തീ കണ്ടു. മൈൻഡ് ചെയ്യാതെ പോയിരുന്നെങ്കിൽ, സ്തോത്രം, ഒരുപക്ഷെ ദൈവത്തിന്റെ അധികാരത്തെയൊക്കെ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പ്രീ പ്ലാനിനെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്റെ കൊച്ചു ബുദ്ധിക്കകത്ത് ഞാനൊരു സാധാരണ മനുഷ്യനെ പോലെ സാധാരണക്കാർക്കുള്ള ആലോചനയായി പറയാം. സ്വർഗസ്ഥനായ ദൈവം ചിലത് നിന്റെ കൺമുമ്പിൽ, നിന്റെ വീട്ടിൽ നീ കണ്ടിട്ടില്ലാത്തത്, നീ നാട്ടിലായിരുന്നപ്പോൾ കണ്ടിട്ടില്ലാത്തത്, ഒരു പ്രത്യേകത, ആത്മാവിന്റെ ഒരു സ്പർശനം, ദൈവസന്നിധിയിലെ ഒരു വലിയ ടച്ചിങ്, ഒരു എൻകൗണ്ടറിനുള്ള മുഖാന്തരം സ്വർഗം ഒരുക്കി തരുമ്പോൾ അത് അവഗണിച്ചു പോയാൽ ഞാനൊരു ദൂത് പറയാം, ഇനിയൊരു സാധ്യത കിട്ടിയെന്നിരിക്കില്ല. പക്ഷേ എന്റെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയാം, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിനക്ക് സ്വർഗത്തോടടുക്കാൻ, ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുക്കാൻ, നിന്നെ കുറിച്ചുള്ള ദൈവനിർണയം നടക്കാൻ, നിന്നെ എന്തിനാണ് മരണത്തിൽ നിന്ന് വലിച്ചെടുത്തത് എന്നത് നിറവേറാൻ സ്വർഗസ്ഥനായ ദൈവം നിന്റെ മുമ്പിൽ കാണിക്കുന്ന സാധാരണമായിരിക്കുന്ന ചില കാര്യങ്ങൾ, നിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് അവഗണിച്ചു പോയാൽ ചിലപ്പോൾ ഇനിയൊരു സാധ്യത ഉണ്ടായിരിക്കുകയല്ല. യെരിഹോവിലെ കുരുടനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? സ്തോത്രം. യേശുക്രിസ്തു മുമ്പിലൂടെ കടന്നു പോകുകയാണ്. എത്രയോ പേര് അവന്റെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. പലരും കടന്നുപോയി. സ്തോത്രം. പ്രയോജനമൊന്നും ഉണ്ടായില്ല. പക്ഷെ അന്ന് കർത്താവ് അവന്റെ മുമ്പിലൂടെ കടന്നുപോയി. ഒരു പക്ഷെ ജീവിതത്തിൽ അതിന് മുമ്പുണ്ടായി കാണുകയല്ല, ഇനി ഒരു ചാൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു പ്രാവശ്യം യേശു കടന്നുപോയി. കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പരിസരം മറന്ന് പ്രതികരിച്ചു. അങ്ങനെ പ്രതികരിച്ചവനെ യേശുക്രിസ്തു ആള് മാറിയവനെ പോലെ ആക്കി. ഇന്ന് സ്വർഗം പറയുന്നു, നീ കേൾക്കുന്ന ദൈവശബ്ദത്തെ
സ്തോത്രം മാർക്കിട്ട് വിടരുത്, എഴുതി വെച്ചും വിടരുത്. നീ അതിനോട് പ്രതികരിക്കണം. കർത്താവേ, എന്താണ് ഈ ശബ്ദം, എന്തിനാണ് എന്നോട് ഇടപെട്ടത് എന്ന് ചോദിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ആ തിരിയലിൽ ദൈവത്തിന്റെ മഹാപ്രവർത്തികൾ സംഭവിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കും. ഒന്നാമത്തെ കാര്യം അവർ ചെയ്യുന്നത്, സ്തോത്രം, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. സ്തോത്രം. ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരിക. ഒന്ന്, എന്ത് ചെയ്യണമെന്നറിയാത്തപ്പോൾ വേറെ ഒന്നും ചെയ്യരുത്. പറ്റുമെങ്കിൽ 2 ദിവസം ലീവ് കിട്ടുമെന്ന് ചോദിക്കണം. ലീവ് കിട്ടുമെങ്കിൽ ലീവ് എടുത്തിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്ന് പറഞ്ഞാൽ എന്റെ ആത്മീകം മനസ്സിലായല്ലോ. സ്തോത്രം. ഒരു ദിവസമെങ്കിലും പറ്റിയാ നോക്കണം. ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ കാര്യത്തിന് മാറ്റം വന്നേക്കാം കേട്ടോ. ഒന്നും ചെയ്യാനില്ല, ഇനിയിപ്പോ പൈസ മുടക്കണം കഥയില്ല, ഇനിയിപ്പോ ഒന്നുമില്ല. എല്ലാ വഴി അടയുമ്പോൾ ഒരു വഴിയുണ്ട്, ദൈവത്തിങ്കിലേക്ക് തിരിയുക. 3 കൂട്ടർ ഒരുമിച്ച് യുദ്ധം ചെയ്ത് ഇല്ലാതാക്കാൻ വന്നു നിൽക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. രണ്ടാമത്തത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന 13-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ 13-14 ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നു, അങ്ങനെ യഹൂദ്യരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരെ ഒരുത്തനായിരിക്കുന്ന നമ്മൾ താഴേക്ക് വന്ന് സെക്കര്യാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. സ്തോത്രം. നോക്കിയ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുക എന്നുള്ളത് ഒന്നാമത്തെ പടിയാണ്. സ്തോത്രം. ഒന്നാമത്തെ പടി. ഒരു പ്രാർത്ഥനയ്ക്ക് പോവുക, ഒരു ദൈവദാസം വരുവാണെങ്കിൽ വീട്ടിൽ, അതൊക്കെ ഒരു ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞതിന്റെ ലക്ഷണമാണോ. നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പോകുമ്പോൾ ഞാനൊരു സുവിശേഷകനായ ഒരു പറയാം, ഒരു പാസ്റ്റർ എന്ന നിലയ്ക്കൊക്കെ നിങ്ങളിപ്പോ എന്നെ പരിചയപ്പെടുത്തിയ പോലെ ടിവിയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മീഡിയയിലൊക്കെ കാണാൻ തുടങ്ങിയത് അടുത്തിടയ്ക്കാണ്. ഈ കൊറോണയൊക്കെ വന്നതുകൊണ്ടാണ്. അതിനേക്കാൾ മുമ്പൊക്കെ കൂടുതലും വീടുകളിലൂടെ കയറി ഇറങ്ങി സ്തോത്രം ആളുകളെ വീട്ടിൽ ചെന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയാനുള്ള, ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശുശ്രൂഷയിൽ ഒന്നാണ് സ്തോത്രം. ഒരു വീട്ടിൽ ചെന്ന് വാതിൽ തുറന്നു തരുവാണെങ്കിൽ അവരപ്പനോ മക്കളോ ഉണ്ടെങ്കിൽ അവരോട് കൂടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും എളുപ്പം അതാണ്, ഏറ്റവും സുന്ദരം അതാണ്. ഞാൻ ഒരുപാട് ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ദൈവത്തിങ്കിലേക്ക് തിരിയാന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ഒരു ദൈവദാസൻ എന്ന നിലക്കറിയാം. കർത്താവിങ്കിലേക്ക് തിരിയുന്നതിന്റെ ലക്ഷണമാണ് ഒരു പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവനെ ആ നിപ്പ് കാണുമ്പോൾ അറിയാം. ഒരു യോഗത്തിൽ പോയി ഇരിക്കുമ്പോൾ അറിയാം. സ്തോത്രം. അത് ഒരുപക്ഷെ ദൈവദാസന്മാർക്കൊക്കെ പെട്ടെന്ന് പിടികിട്ടുമായിരിക്കും. ഞാൻ ഒരു സഭയുടെ 25 വർഷമായിട്ട് ഒരു സഭയുടെ പാസ്റ്ററാ. അപ്പൊ ഒരാൾ യോഗത്തിൽ ഇരിക്കുമ്പോൾ അറിയാം ഇവന്റെ മനസ്സ് തിരിഞ്ഞിട്ടില്ല, ഇവന്റെ ഹൃദയം തന്നെ, ഇവൻ ആരാണ്ടും കൊണ്ടുവന്ന് കല്ല് കൊണ്ടുവച്ചുള്ളൂ എന്ന് നമുക്കറിയാം. സ്തോത്രം. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടേക്കാം. പക്ഷേ ഒരു യോഗം തുടങ്ങുമ്പോൾ, ഒരു പാട്ട് പാടി തുടങ്ങുമ്പോൾ, ഒരു 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 വചന ശുശ്രൂഷ തുടങ്ങുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവനെ കൂടുതൽ രക്തമൊന്നും പരിശോധിക്കണ്ട, സ്കാനിങ് നടത്തണ്ട, ഒരു ആത്മീക അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ നമുക്കറിയാലോ, കർത്താവ് എന്നുള്ള ആ വാക്ക് കേൾക്കുമ്പോൾ സ്തോത്രം, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവർക്ക് നിഷേധാത്മകമായി ഇടപെടാൻ പറ്റിയല്ല. അത് ഒന്നാമത്തെ ഒരു പടിയാണ്. ബൈബിള് വായിക്കാൻ തുടങ്ങി വീട്ടിൽ. സ്തോത്രം. കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും ഇരിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ എല്ലാരും കൂടി വീട്ടിൽ പ്രാർത്ഥിക്കാൻ വട്ടത്തിൽ ഇരിക്കാൻ തുടങ്ങി. നിങ്ങൾ 2 പേരെ കാണത്തുള്ളൂ, പക്ഷെ എല്ലാ ദിവസവും അതൊക്കെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞതിന്റെ ലക്ഷണമാണ്. അങ്ങനെ തിരിഞ്ഞത് ഒന്നാമത്തെ പടി. അവിടെ കൊണ്ട് നിൽക്കരുത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? അവരെല്ലാരും കൂടി ദൈവസന്നിധിയിൽ വന്നു നിന്നു. സ്തോത്രം. ദൈവസന്നിധി എന്ന് പറയുന്നത് ബൈബിളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ബൈബിൾ പഠിച്ച എന്റെ വേറൊരു സന്ദേശം ഞാൻ സൂമിലൂടെ ഒക്കെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ആ സന്ദേശം ഇങ്ങനെയാണ്: ദൈവസാന്നിധ്യം. ദൈവസന്നിധിയിലാണ് പ്രശ്നങ്ങൾ തീരുന്നത് കേട്ടോ. നമ്മൾ ലോകം മുഴുവൻ നടന്നാലും 100 ഉപദേശിമാരുടെ അടുക്കലേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഫോൺ അടിച്ചാൽ അതൊക്കെ ദൈവത്തിലേക്ക് തിരിഞ്ഞതിന്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ ഞാൻ പറയാം. ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ കാര്യം പറയുന്നത്. പക്ഷെ രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു 500 ഇടത്തേക്ക് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചത് ദൈവത്തിലേക്ക് തിരിഞ്ഞതിന്റെ ലക്ഷണമായി തന്നെ കണക്കാക്കുന്നു. 100% അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ അതുകൊണ്ട് മാത്രം എന്ത് ചെയ്യണമെന്നറിയാത്ത വിഷയത്തിന് പരിഹാരം ഉണ്ടാവില്ല. അടുത്ത സ്റ്റെപ്പാണ് ദൈവസന്നിധിയിലേക്ക് വരിക. ദൈവസന്നിധിയിലാണ് പ്രശ്നങ്ങൾ തീരുന്നത്. 68-ാം സങ്കീർത്തനം നിങ്ങളുടെ ഓർമ്മയെ കാണുമെന്ന് എനിക്കറിയില്ല. ആ സങ്കീർത്തനത്തിന്റെ പ്രധാന വിഷയം ഇങ്ങനെയാണ്. വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. സ്തോത്രം. ദൈവ സാന്നിധ്യം, അതൊക്കെ ഒരു ആത്മീക വ്യാഖ്യാനം ആവശ്യമുള്ളതാ.
ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ ഉരുകിപ്പോകുന്നു, നീതിമാന്മാർ സന്തോഷിക്കുന്നു. പുക പതറിപ്പോകുന്നത് പോലെ ദൈവസന്നിധിയിൽ പതറുന്നു എന്നൊക്കെ എഴുതിയിരിക്കുന്ന വാക്കെന്നറിയാമോ? ഇവിടെ ചില സിംബോളിക്ക, മെഴുകുരുകുന്നത് പോലെ, പുക പതറുന്നത് പോലെയൊക്കെ എന്നുള്ള വാക്ക് എഴുതിയിരിക്കുന്നത്. ആ വാക്കെന്താ? എവിടാണ്? അവിടത്തെ ഹൈലൈറ്റ് ദൈവസന്നിധിയാ. സ്തോത്രം. ദൈവസന്നിധി വെച്ചാൽ എന്താ? ദൈവ സാന്നിധ്യമുള്ള സ്ഥലം എവിടാണോ ആ സ്ഥലത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് ദൈവസന്നിധി. അത് മരച്ചോട്ടിലാകാം, ചിലപ്പോൾ വാടക കെട്ടിടത്തിലാകാം, നിങ്ങളുടെ വീടിന്റെ മുറിയിലാകാം, എവിടാകാം, നിങ്ങളുടെ ബേസ്മെന്റിലാകാം. അവിടെ 2 or 3 പേരോ നിങ്ങളുടെ കർത്തൃദാസനും എല്ലാരും കൂടി ചേർന്ന് ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാ. മഹാദൈവത്തിന്റെ സാന്നിധ്യം കൂട്ടായ്മയ്ക്കകത്തുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന എന്തെന്നറിയാമോ? പുക പതറുന്നത് പോലെ ചില വിഷയങ്ങൾ പതറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാനത് പരിശുദ്ധാത്മ നിയോഗത്തോട് പറയാം. പുക പതറിയാനുള്ള പ്രത്യേകത ഞാൻ ആ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്. എങ്കിലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അതിൽ നിങ്ങൾ വലിച്ചിട്ട് ഇതിനകത്തേക്ക് ഏറ്റിട്ട് ഞാൻ പറയാം. സ്തോത്രം. കേൾക്കണേ. പുക പതറിയ അറിയാമോ? പുക, അടുപ്പും തീയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ചിലപ്പോൾ സ്തോത്രം നനഞ്ഞ വിറകൊക്കെ ആണെങ്കിൽ പുക ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കും, അങ്ങനെ പുകത്തൂണ് പോലെ നിൽക്കും. അതിനകത്തേക്ക് ഒരു കൊച്ചു കാറ്റടിക്കുമ്പോൾ പുക പതറിപ്പോകും. അതിനകത്ത് ആ വാക്ക് എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുന്ന സമയത്ത് പുക അങ്ങ് ചെതറും അന്തരീക്ഷത്തിൽ. പിന്നെ ലോകത്തിലെ ഒരു ശാസ്ത്രജ്ഞനും ഒരു ടെക്നോളജിക്കും ഒരുത്തനും പതറിപ്പോയ പുകയെ പിന്നെ അതുപോലെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. എവിടെ പോയിന്ന് കാണിയല്ല. ബൈബിളിന്റെ വാക്കുകൾക്ക് ഭയങ്കരമായിരിക്കുന്ന ഡീപ്പായി മീനിങ് ഉണ്ട്. ഞാൻ ആ വാക്ക് ഈ പ്രസംഗത്തിൽ വരേണ്ടതല്ല, പക്ഷെ ദൈവാത്മാവ് എന്നെ തട്ടിത്തെറിപ്പിച്ച് അവിടെ കൊണ്ടുപോയത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഈ 7 ദിവസം കൊണ്ട് ചില വിഷയങ്ങൾ പുക പതറുന്നത് പോലെ പതറിപ്പോകും. അത് നിങ്ങൾക്ക് അമിത വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നോ ഉദരത്തിൽ നിന്നോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ നിന്നോ അവന്റെ സ്വഭാവത്തിൽ നിന്നോ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന വിഷയത്തെ പുക പോലെ നിൽക്കുന്ന പുക പോലെ നിൽക്കുന്ന വിഷയത്തെ, നിങ്ങളുടെ സഭയ്ക്ക് മീതെയോ നിങ്ങളുടെ കുടുംബത്തിന് മീതെയോ പുക പോലെ നിൽക്കുന്ന വിഷയത്തെ എന്റെ ദൈവത്തിന്റെ കാറ്റടിപ്പിച്ച സാന്നിധ്യം വെളിപ്പെട്ടാൽ അത് പുക പതറാൻ തുടങ്ങും, പിന്നെ തിരിച്ചു വരികയല്ല. അപ്പൊ ദൈവസന്നിധി എന്ന് പറയുന്നത് ചില്ലറ സ്ഥലമല്ല. അവിടെയാണ് ചില വിഷയങ്ങൾ ഉരുകാൻ തുടങ്ങുന്നത്. മെഴുകുരുകിയ ഷേപ്പ്ലെസ് ആകുമെന്ന്, പിന്നെ അതിനെ കിട്ടിയല്ല, ആ ലെവലിലേക്ക് വരികയല്ല. സ്തോത്രം. അതുകൊണ്ട് സ്വർഗം പറയുന്നു, ചില കാര്യങ്ങൾ ഇന്ന് ഒരുപക്ഷെ സ്കാൻ ചെയ്താൽ ഡോക്ടർ നിന്നെ കാണിക്കുക അതുപോലെ ഷേപ്പുള്ള ചില വിഷയങ്ങളായിരിക്കാം നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഷേപ്പുള്ള വിഷയമാണ്, പക്ഷെ ദൈവ സാന്നിധ്യം ഉണ്ടായാൽ അവിടെ മെഴുകുരുകുന്നത് പോലെ ഉരുകിയാൽ അതിനെ ഷേപ്പായി എന്നെ കാണിയാൽ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കാനിരിക്കുന്ന ദൈവമക്കളെ, എന്താണെങ്കിലും രണ്ടാമത്തെ കാര്യം, ഇവർ ദൈവസന്നിധിയിൽ നിന്നു ദൈവസന്നിധിയിലേക്ക് വന്നു നിന്നു. ദൈവസന്നിധിയിലാണ് ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റമുളവാക്കുന്നത്. ദൈവസന്നിധിയിലാണ് ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത്. സ്തോത്രം. സാന്നിധിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വലിയ മാറ്റങ്ങളാ വേദവസം പറയുന്നത്. ഞാൻ അത് അങ്ങനെ ഓരോ സൈഡ് പോയിന്റുകൾ പറഞ്ഞു പോയാൽ നമുക്ക് ഈ പരിമിതിയുള്ള സമയത്തുള്ള നിർത്താൻ പറ്റത്തില്ലെന്നുള്ള ഭീതി എൻ്റെ അകത്തുണ്ട്. എങ്കിലും ഞാൻ ഓർമ്മ വരുന്നൊരു കാര്യം പറയാം. പണ്ട് സക്കറിയാവിന് പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്ത് ഗബ്രിയേൽ മാലാഖ വന്ന വിവരം ലൂക്കോസിന്റെ 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗബ്രിയേൽ സ്തോത്രം വന്നിട്ട് പറഞ്ഞു, ദൂതൻ വന്നിട്ട് പറഞ്ഞു, സക്കറിയാവേ എന്നെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്നൊക്കെ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഡീറ്റെയിൽസ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സക്കറിയാവ് ഒരു കാര്യം ചോദിച്ചു, ഞാൻ ഇത് എന്തോന്നിനാൽ അറിയും? അപ്പൊ എന്തോന്നിനാൽ അറിയുമെന്ന് പറഞ്ഞ മാത്രയിൽ നമ്മുടെ ചില ഉപദേശിമാരെ പോലെ ഗബ്രിയേൽ പെട്ടെന്ന് കുറെ 1 minute റീൽസോ ക്ലിപ്പൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞ ദൂതെല്ലാം നടന്നത് നീ കണ്ടോ, അല്ലെങ്കിൽ ഇന്നവരുടെ നമ്പർ തരാൻ വിളിച്ചു ചോദിച്ചോ, ഒന്നും ഗബ്രിയേൽ പറഞ്ഞില്ല. ദൂതൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. മറുപടി ഇതാണ്, ഞാൻ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. അത്രയും മറുപടി പറഞ്ഞു. അതിനകത്ത് എല്ലാം ഉണ്ട്. ഇത് എന്തോന്നിനാൻ അറിയാം. എന്നിട്ട് പറഞ്ഞു, നിന്റെ വായ്പ അടയുകയാണ്, ഇനി ഇത് കഴിഞ്ഞിട്ട് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് വേറൊരു കാര്യം. പക്ഷെ ഇതിനകത്ത് പ്രഥമ ദൃഷ്ടിയെ പറഞ്ഞ എന്നാന്നറിയാമോ? ഞാനിത് എന്തോന്നിനാന്ന് അറിയും. അങ്ങ് ഇവിടെ വന്ന് പറഞ്ഞു, ഞാൻ ഈ വയസ്സാം കാലത്ത് ഇത് നടക്കും എന്ന് പറഞ്ഞത് അത് എന്തോന്നിനാൻ അറിയുന്ന ഒരു അദ്ദേഹം പറഞ്ഞൊരു വാക്യതാണ്, ദൂതൻ പറഞ്ഞ വാക്യതാണ്, ഞാൻ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. അതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവസന്നിധിയിൽ നിൽക്കുന്ന എനിക്കറിയാം, സ്വർഗം ഒരു കാര്യം പറഞ്ഞു വിട്ടാൽ അതിനകത്ത് മാറ്റം വരില്ല. സ്തോത്രം. അപ്പൊ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, നമുക്ക് ഈ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ പോലും
ഏതെങ്കിലും ഒരു സഭയിൽ പോയിരുന്നാ പോരാ, ദൈവസന്നിധിയിൽ വരുമ്പോഴുണ്ടാവും. ഗബ്രിയേൽ എന്താ പറഞ്ഞ, എനിക്ക് നിനക്ക് നീ 48 കൊല്ലമായിട്ട് പുരോഹിതനായിട്ട് ശുശ്രൂഷിക്കുന്ന ആളായിരിക്കാം, നീ ദൈവത്തിന്റെ ആളായിരിക്കാം, നീ സ്തോത്രം ഇതൊക്കെ ചെയ്യാം, പക്ഷെ നിനക്ക് വിശ്വാസം ഇല്ല. ഞാൻ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവനാ. ദൈവസന്നിധിയിൽ നിന്നാലുള്ള ഗുണം പറയാം. ഒരു കാര്യം സ്വർഗം പറഞ്ഞാൽ സംശയം ഉണ്ടാകില്ല, അത് നേടിക്കൊണ്ട് എഴുന്നേക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ വന്ന് നിന്നു, ദൈവസന്നിധിയിൽ നിന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നവരാ. വീട്ടിൽ ഇരുന്നായിരുന്നെങ്കിൽ അവിടെ ഇരുന്ന് പുകഞ്ഞു പോവുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങരുത്, പുറകോട്ട് പോകരുത്, ദൈവസന്നിധിയിലേക്ക് വരണം. ആരോടും പറയാതെ അവിടെ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ബാക്കി ദൈവം ചെയ്യും. അവിടെ വന്നപ്പോ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ദൈവസന്നിധി വന്നപ്പോൾ അവരിൽ ഒരാളുടെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. കാര്യങ്ങൾ പടിപടിയായി മാറിയ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത വിഷയത്തിന് മേൽ നാം ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ അയച്ചു. ഒരുവന്റെ മേൽ ദൈവാത്മാവ് വന്നു. സ്തോത്രം. ഒറ്റയാളുടെ മേൽ ആത്മാവ് ഇറങ്ങിയാൽ മതി, ഒരു വലിയ യുദ്ധം മാറിപ്പോകും. ഇവിടെ ഇപ്പൊ എല്ലാവരുടെ മേലും നമ്മളൊരു പുതിയ നിയമസഭയുടെ സെറ്റപ്പിനകത്ത് ഇരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു പാട്ടൊക്കെ പാടിയാൽ നമ്മൾ ആത്മാവിന്റെ ശക്തിയിലാവും. പക്ഷെ ഇവിടെ ഞാനൊരു സാധ്യത പറയുക, ഒരുവന്റെ മേൽ, നിന്റെ വീട്ടിൽ ഒരാളുടെ മേൽ ദൈവാത്മാവ് ഇറങ്ങിയാൽ 3 കൂട്ടർ ഒരുമിച്ച് വാളും വടിയുമായി നിൽക്കുന്ന വിഷയത്തിന്റെ പരിഹാരം ആത്മാവ് ഇറങ്ങുമ്പോൾ സംഭവിക്കും. അതിപ്പോ എല്ലാരും എന്റെ അപ്പനന്റെ കൂടെ പ്രാർത്ഥനയ്ക്കില്ല, എന്റെ അമ്മ വേറെ വണ്ടിയിലാ പോകുന്നത്, ഇതൊന്നും വിഷയമല്ല. നീ നിന്റെ കാര്യം നോക്കണം. സ്വർഗം പറയുന്നത് എന്റെ മേൽ ആത്മാവ് ഇറങ്ങിയാൽ നിന്റെ ജീവിതത്തിന് മുമ്പിൽ നിൽക്കുന്ന യുദ്ധം മാറിപ്പോകും. സ്തോത്രം. അതിപ്പോ ഇന്നോരൊന്നൊന്നുമില്ല. ചിലപ്പോൾ വീട്ടിൽ ഭാര്യയുടെ മേലായിരിക്കും, ചിലപ്പോൾ ഭർത്താവിന്റെ മേലായിരിക്കും, ചിലപ്പോൾ കുഞ്ഞിന്റെ മേലെ, അമ്മയുടെ, എന്തു ആയിക്കോട്ടെ. ഇവിടെ എല്ലാവരുടെ മേലൊന്നും വന്നില്ല. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയാം, അന്നത്തെ കാലത്ത് ഒരുവന്റെ മേൽ ആത്മാവ് ഇറങ്ങിയപ്പോൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായെങ്കിൽ പുതിയ നിയമസഭയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, അവിടെയുള്ള കർത്താവിന്റെ മക്കളായിരിക്കുന്ന ദൈവത്തിന്റെ ജനം, സ്തോത്രം, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടുന്ന ബഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ച്, അതിനകത്ത് ദൈവാത്മാവ് വ്യാപരിക്കുമ്പോൾ, ഈ ദിവസങ്ങളുടെ മീറ്റിംഗിൽ ഞങ്ങൾ സൂമിലാണ് ഇരിക്കുന്നത്, എന്തുമായിക്കോട്ടെ, സ്തോത്രം, അതിനകത്ത് ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ഈ 7 ദിവസത്തിനുള്ളിൽ എന്റെ മേൽ ഒരു അഭിഷേകം ഇറങ്ങാൻ തുടങ്ങിയാൽ, ഒരു ആത്മസാന്നിധ്യം ഇറങ്ങിയാൽ, എന്റെ മുമ്പിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന വിഷയം, എന്റെ മുമ്പിൽ മാറാതെ നിൽക്കുന്ന ഭാരം, എന്നെ പേടിപ്പെടുത്തുന്ന, ഞാൻ ബുദ്ധിമുട്ടിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തിന് നേരെ നിൽക്കുന്ന വിഷയം, ഞങ്ങളുടെ മേൽ ആത്മാവ് ഇറങ്ങിയാൽ, എന്റെ കൂട്ടായ്മയ്ക്കകത്ത് ഒരു വിശ്വാസിയുടെ മേൽ ആത്മാവ് ഇറങ്ങിയാൽ, എന്റെ സഭ വെച്ചിരിക്കുന്ന, എന്റെ ഫാമിലീസ് വെച്ചിരിക്കുന്ന ഓരോരുത്തരുടെ വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി പരിഹാരമുണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകണം. പരിശുദ്ധാത്മാവ് ഇറങ്ങി, ആത്മാവ് ഇറങ്ങിയിടത്തെല്ലാം വിടുതലുണ്ടായി. ആളെ മാറ്റിക്കളയും ദൈവാത്മാവ് കേട്ടോ. പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളെ മാറ്റിക്കളയും. സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ, സ്തോത്ര, ഹല്ലേലൂയ, ആത്മാവ് ശക്തമായിട്ട് ഇറങ്ങേണ്ടവൻ ഇറങ്ങാൻ ഇടയായി തീർന്നു. ഇത് രണ്ടാമത്തെ. മൂന്നാമത്തത്, ഞാൻ 17 ദൈവാത്മാവ് ഇറങ്ങി, ആലോചനകൾ വന്നു. ദൈവാത്മാവ് ഇറങ്ങിയാൽ പിന്നെ ദൈവശബ്ദം, ആലോചനകളൊക്കെ വരാൻ തുടങ്ങി. ഇനി 17, 18 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ, ഭയപ്പെടരുത്, ഭ്രമിക്കുമരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി, യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, ദൈവത്തിലേക്ക് തിരിയുന്നത് ഒന്നാമത്തെ കാര്യം, ദൈവസന്നിധിയിൽ വരുന്നത് രണ്ടാമത്തെ കാര്യം. ചിലര് വന്നിട്ടും ഒന്ന് നമസ്കരിക്കാൻ, ഒന്ന് ആരാധിക്കാൻ, ഒന്ന് വീണ് വണങ്ങാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞാൽ, ഞാനൊരു പുതിയ നിയമ വീക്ഷണത്തിലെ ഈ സന്ദേശം കൊണ്ടുപോകുന്നത്, ഞാൻ യഹോശാഫാത്തിന്റെ ചരിത്രം എന്നാ പറയുന്നത്. പക്ഷെ ഒന്നാമത്തെ പടി ദൈവത്തിലേക്ക് തിരിയുക, മാനസാന്തരം ദൈവത്തിലേക്ക് തിരിയുന്നതാണ്. ദൈവസന്നിധിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം, ആരാധനയും പ്രാർത്ഥനയും ഉള്ള ദൈവസഭയിലേക്ക് വരിക. അവിടെ വന്ന് നിന്നു. അവിടെ വന്ന് നിന്നപ്പോഴാണ്
ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങിയത്. അപ്പൊ വേണമെങ്കിൽ വിമർശനാത്മാവായി ചോദിക്കാം, നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വന്നെങ്കിൽ ആത്മാവ് ഇറങ്ങോളോ ചോദിച്ചേക്കാം. ഇതിന്റെ യഥാർത്ഥത്തിന്റെ സാധ്യതയാ സ്തോത്രം നമ്മൾ ഈ പറയുന്നത്. മനസ്സിലായോ? സ്തോത്രം അതാ പറയുന്നത്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ കൊച്ചിനെ LKG 3.5 വയസ്സാകുമ്പോൾ കൊണ്ട് ചേർക്കും. LKG UKG കഴിഞ്ഞ് 5 6 വയസ്സാകുമ്പോൾ 1 ചേർക്കും, 2 ചേർക്കും. ഇതിൽ ഒരപ്പം തീരുമാനിക്കുക, വയോജന വിദ്യാഭ്യാസം ഉണ്ട്, അവൻ 52 വയസ്സാകുമ്പോൾ SLC എഴുതി എടുത്തോളെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വെച്ചോണ്ടിരുന്നാലോ? അതൊരു സാധ്യതയാണ്. പക്ഷെ നോർമൽ സാധ്യത 3.5 വയസ്സാകുമ്പോൾ LKG വിടുക. ആ സാധ്യത. അതുപോലെ തന്നെ വീട്ടിലിരുന്നാൽ ആത്മാവ് ഇറങ്ങിയില്ലെന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള 52-ാം വയസ്സിലും വയോധിക വിദ്യാഭ്യാസം ഉണ്ട്, പോയി എഴുതി എടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നോർമൽ സാധ്യത ദൈവസന്നിധിയിലേക്ക് വരിക, സ്തോത്രം, കർത്താവിന്റെ അടുക്കിലേക്ക് വരിക. അതാണ് എന്റെ സാധ്യത. അതങ്ങ് സ്വീകരിച്ചാൽ ഈ ഫ്ലോയിൽ അങ്ങ് പോകും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ദൈവസന്നിധിയിൽ വന്നാൽ അടങ്ങി നിൽക്കരുത്. ദൈവസന്നിധി വന്ന് ദൈവം ഇടപെടാൻ തുടങ്ങും, ദൈവശബ്ദം കേൾക്കും, കർത്താവിന്റെ വ്യക്തിപരമായിരിക്കുന്ന എൻകൗണ്ടർ ഉണ്ടാകും, നമ്മെക്കുറിച്ച് ദൈവാത്മകർത്തയോട് അങ്ങനെ വന്നാൽ പിന്നെ പിടിച്ചു നിൽക്കരുത്, പിന്നെ VIP ചമയരുത്, പിന്നെ മസല് പിടിക്കരുത്. അത് എന്നാ രാജാവാണെങ്കിലും, എത്ര രൂപ ശമ്പളക്കാരനാണെങ്കിലും, ഏത് കൊമ്പത്തെ വീട്ടിൽ പിറന്നവനാണെങ്കിലും, ദൈവസന്നിധി വന്ന് സ്വർഗം ഇടപെടാൻ തുടങ്ങിയാൽ, നിങ്ങൾ കണ്ടോ 18-ാം വാക്യം, യെഹോശാഫാത്ത് വീണു, ദൈവത്തിന്റെ കാൽക്കലേക്ക് വീണു നമസ്കരിച്ചു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം. യെരൂശലേം നിവാസികളെ യഹോവയുടെ മുമ്പാകെ ഇരുന്നു എന്നല്ല, വീണ് നമസ്കരിച്ചു. സ്തോത്രം. എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്നവരെ ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ എന്ന നിലയ്ക്ക് 25 കൊല്ലമായിട്ട് ഞാൻ ആളുകളെ സഭാ ശുശ്രൂഷ നടത്തുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ പറയുന്നു, എല്ലാ വഴി അടഞ്ഞാലും, സ്തോത്രം, നിന്റെ അവസാനത്തെ പേപ്പർ നിന്റെ കൈ കിട്ടിയിട്ട് സാധ്യതയില്ലെന്ന് പറഞ്ഞ് അവർ സീൽ ചെയ്ത് തന്നാലും കണ്ണുനീരോടെ മൂലയ്ക്കകത്ത് ഒതുങ്ങരുത്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരു സാധ്യതയുണ്ടെന്ന് പറയാനാ ഈ ആദ്യ ദിവസം ദൈവം എന്നോട്. ഇനി ബാക്കിയൊക്കെ പുറകെ ദേവദാസന്മാർ പറയും. നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. ആ സാധ്യത ദൈവോന്മുഖമാണ്. അതിന്റെ 1 2 3 4 5 പടികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. സ്തോത്രം. കേട്ടോളണേ. ഇവിടെ എഴുതിയിരിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ്, അവര് വീണ് നമസ്കരിച്ചു. ദൈവം ഇടപെടാൻ തുടങ്ങിയാൽ, കർത്താവ് ഒരു ആലോചന പറഞ്ഞാൽ, നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ, ഒരിക്കൽ പോലും വേദപുസ്തകം ആവശ്യപ്പെടുന്നില്ല ഇവിടെ വന്നാൽ വീണോളണം, ഇവിടെ വന്നാൽ മുട്ടുകുത്തിക്കോളണം, ഇവിടെ വന്നാൽ ഒച്ച വെച്ചോളണം, ഇവിടെ വന്നാൽ തുള്ളിക്കോളണം. അങ്ങനെയൊന്നും ഞങ്ങൾ ആരും പറയുമെന്ന് ബൈബിളും പറയുന്നില്ല. സ്തോത്രം. അങ്ങനെ നിബന്ധനകളൊന്നുമില്ല. ഒരു സഭയുടെ ഭിത്തിയിൽ എഴുതി വെച്ചല്ല, ഇവിടെ വരുന്നവരാരും ചുമ്മാതിരിക്കരുത്, വന്നാൽ കീബോർഡ് ഓൺ ചെയ്താൽ തുള്ളിക്കോളണം എന്നൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറകിൽ വന്നിട്ട് നന്നായിട്ട് കാലം നീട്ടിയിരിക്കാം. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം നിന്റെ വിഷയത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പിന്നെ നീ കാലം നീട്ടിയിരിക്കരുത്. അതാണ് ഭൂഷണം. അതിനി ആരാണെങ്കിലും, ഞാൻ രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്ന സ്ഥലത്ത് ദൈവം എന്നോട് പറഞ്ഞു, നീ യുദ്ധം ചെയ്യണ്ട, യുദ്ധം നിന്റേതല്ല, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ കാക്കും, ഞാൻ നിന്നെ കരുതും, നിന്നെ ഞാൻ ശൂന്യമായി വിടുകയല്ല, നിന്നെ ഞാൻ നിറഞ്ഞവനായിട്ട് മാനിക്കും. സ്തോത്രം. എന്ന് സ്വർഗം നമ്മളോട് ഇടപെടാൻ തുടങ്ങിയാൽ അവിടെയാണ് ആരാധന വെളിപ്പെടേണ്ടത്. എന്റെ കർത്താവ് എന്നോട് ഇടപെടാൻ തുടങ്ങി, എന്റെ ദൈവം എന്നെ അറിയുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, എന്റെ ദൈവം എന്റെ വിഷയത്തോട് ഇടപെടാൻ തുടങ്ങി, എന്റെ ഹൃദയം അറിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിടിച്ചു നിൽക്കരുത്, അവിടെ വീഴുക. ദൈവത്തിന്റെ സ്ഥലത്ത് ഇടത്ത് നിൽക്കുന്നവനും വലത്ത് നിൽക്കുന്നവനും ഒന്നും മിണ്ടിയില്ലെങ്കിലും, അവർക്ക് സൂചി വിഴിഞ്ഞവന് നിന്നാലും, സ്വർഗം ഇടപെടാൻ തുടങ്ങിയാൽ ഇരിക്കുന്നിടത്ത് പിടിച്ചിരിക്കരുത്, ദൈവസന്നിധിയിലേക്ക് വീണേക്കണം. മൂന്നാമത്തെ പടി, സ്തോത്രം, എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ്, ദൈവസന്നിധിയിലേക്ക് വീണ് നമസ്കരിച്ചു. ചുമ്മാ വന്ന് വീഴുകയല്ല, വീണ് നമസ്കരിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. വീണ് നമസ്കരിച്ചു. സ്തോത്രം. സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ആരാധന യേശുവിനെ ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ ഓരോരുത്തരും ഓർക്കുമ്പോൾ കണ്ണ് നിറഞ്ഞേ പലപ്പോഴും നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുമോ? ഇവിടെ വരെ എത്തുമെന്നോ ഇങ്ങനൊരു സ്ഥിതി വരുമെന്നൊന്നും വിചാരിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അപ്പന്റെ അമ്മയുടെ മക്കളായിരിക്കാം നിങ്ങളിൽ പലരും. കഷ്ടപ്പാടിന്റെ നെല്ലിപ്പലക കണ്ട്, സ്തോത്രം, ബുദ്ധിമുട്ടി
ഈ പറമ്പിലൊക്കെ പണിയെടുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാനുള്ള ഫീസ് ഉണ്ടാക്കി തന്നതൊക്കെ അത്രയും ബുദ്ധിമുട്ടിലായിരിക്കും. ദൈവകൃപയാൽ ആ വഴി കൂടെ ഒക്കെ കർത്താവ് ഏത് വഴി കൂടെ നമ്മൾ ചെന്ന് കാലുകുത്തിയെന്ന് അറിയില്ല. നിങ്ങളൊക്കെ ഓർത്തു നോക്കി, എത്ര തരം ഭാഷ നിങ്ങൾ സംസാരിക്കുന്നുള്ളവരായിരിക്കും. 1, 2, 3, 4 ഈ നാട്ടിൽ കിടന്നപ്പോൾ ഒരു ഭാഷ തന്നെ പറഞ്ഞു തീർക്കാൻ, കൈയെടുത്തെഴുതാൻ പോലും മര്യാദയ്ക്ക് അറിയാൻ വയ്യാത്തതിന്റെ പേരിൽ എത്രയോ പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയവരാ. അവരുടെ ഉള്ളിൽ ദൈവം ഇതെല്ലാം തന്ന്, നിന്റെ വായിൽ പുതു ഭാഷ തന്ന്, ദൈവം ഇത് ഇത്രയൊന്നും വരുമെന്ന് വിചാരിച്ചതല്ല. ഇത്രയും കൊണ്ടുവന്നപ്പോൾ, ഇത്രയും നടത്തിയ ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ നമുക്ക് എങ്ങനെ ഈ യെഹോശാഫാത്ത് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യത്തിൽ അദ്ദേഹം ആരോടും ചോദിച്ചില്ല, ആരെയും നോക്കിയില്ല, അദ്ദേഹം വീണുപോയി ദൈവസന്നിധിയിൽ, വീണ് നമസ്കരിച്ചു. കാരണം ഇങ്ങനെ ഒരു ദൂത് പോലും കേൾക്കുന്ന, വിടുതലൊന്നും ആയില്ല അവർക്ക്. ഒരു ദൂത് കേട്ടപ്പോഴേക്കും അവർ ദൈവസന്നിധിയിൽ വീണ് നമസ്കരിച്ചു. സ്തോത്രം. നിങ്ങൾക്കറിയാലോ, ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ. ഇപ്പൊ ഇവിടെ വന്ന ദൂത് ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത് കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നു, ആ വാക്കിനകത്ത് എഴുതിയിരിക്കുന്നത്, നാളെ അവരുടെ നേരെ ചെല്ലുമെന്ന് എഴുതിയിരിക്കുക. 17-ാം വാക്യത്തിനകത്ത് എഴുതിയിട്ട് ദൂത് വന്നത് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും അരുത്, നാളെ അവരുടെ നേരെ ചെല്ലുവീന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ദൈവസന്നിധി വന്നു നിന്നപ്പോഴേക്കും നാളെ അവരുടെ ഒരു സൊല്യൂഷനായി. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതിയ പോലെ പറഞ്ഞു, നാളെ വാ എന്ന് പറഞ്ഞ പോലെ നാളെ അവരുടെ നേരെ ചെല്ലുമെന്ന് എഴുതിയത്. അത്രയും ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ വീണ് നമസ്കരിച്ചു. ഈ 2 റൗണ്ട് എനിക്ക് പറയാനുണ്ട്, 5-6 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്താം, കേട്ടോളേ. അപ്പൊ അത്രയും ചെയ്തു. പക്ഷെ നിങ്ങൾക്കറിയാം, പാസ്റ്റർക്കെങ്കിലും അറിയാം, യെഹോശാഫാത്തിന്റെ ചരിത്രത്തിൽ നാളെ അവരുടെ നേരെ ചെല്ലാൻ പറഞ്ഞു. പക്ഷെ അവർക്ക് ചെല്ലണ്ട വന്നില്ല. കാരണം പതിയിരിപ്പുകാരെ വരുത്തി അവരെ ഓടിച്ചെന്നല്ല എഴുതിയിരിക്കുന്നേ. ദൂത് വന്നത് എന്താ? ഡോക്ടർ എഴുതിയത് എന്താ? നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഡോക്ടർ എഴുതി ഇത് നാളെ വാ, അല്ലെങ്കിൽ നാളെ ചെല്ലുന്ന എഴുതിയത്. പക്ഷെ നാളെ ചെല്ലണ്ട വന്നില്ല. അതിനേക്കാൾ മുമ്പ് സ്വർഗത്തിലെ ദൈവം പതിയിരിപ്പുകാരെ വരുത്തി ശത്രുവിനെ ഓടിച്ചു. ഇവർക്ക് ചെല്ലണ്ട വന്നില്ലെന്ന്. നാളെ അവരുടെ നേരെ ചെല്ലാൻ പറഞ്ഞത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? നാളെ അവരുടെ അടുക്ക ചെല്ലാൻ, നേരെ ചെല്ലുക എന്ന് പറഞ്ഞാൽ അടി കൊടുക്കാൻ ചെല്ലുക എന്ന് പറഞ്ഞത്, യുദ്ധത്തിന് ചെല്ലുക എന്ന് പറഞ്ഞത്. പക്ഷെ യുദ്ധം ചെയ്യേണ്ട വന്നില്ല. അതിന്റെ കാരണം എന്താ? ദൂത് കിട്ടിയപ്പോൾ വീണ് നമസ്കരിച്ചു, അതിനോട് പ്രതികരിച്ചു. അപ്പൊ ദൈവം തീരുമാനിച്ചു, എന്നാ പിന്നെ ഇവനെ വിടേണ്ട കാര്യമില്ല, സ്തോത്രം, ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കാം. അപ്പൊ ദൂതിനോട് ആത്മാവിൽ പ്രതികരിച്ചാൽ എഴുതിയ ദൂത് പോലും ദൈവം മാറ്റിയിട്ട് നീ അങ്ങ് പോകേണ്ട വരികയല്ല. ചിലപ്പോ നീ പരീക്ഷ എഴുതാതെ തന്നെ ജയിച്ചേക്കും. കാരണം അത് അങ്ങനെയല്ലേ ഇവിടെ സംഭവിച്ചത്. അവിടെ പ്രോട്ടോകോൾ ഇതാണ്: നാളെ അവരുടെ നേരെ ചെല്ല്, നമ്മുടെ ധൈര്യം തരാം, ജയം തരാന്ന് എഴുതിയത്, പരീക്ഷ എഴുത് എന്നാണ് ശരിക്കും. പക്ഷെ ഇത് കേട്ട മാത്രയിൽ വീണ് കിടന്ന് നമസ്കരിച്ചപ്പോഴത്തേക്കും ദൈവം പറഞ്ഞു, രാത്രി പറഞ്ഞു, നീ പരീക്ഷ എഴുതണ്ട, സ്തോത്രം, നീ കയറി പോകാം. അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പൊ ഞാൻ പറയുന്നു, ദൈവവചനത്തിൽ എന്ന് പറഞ്ഞു ചെയ്യേണ്ടതുപോലെ നമ്മൾ ചെയ്താൽ മറ്റു പലരും ചെയ്തത് നീ ചെയ്യേണ്ട വരത്തില്ല. ദൈവം നിനക്ക് രാത്രിക്ക് രാത്രി പ്രൊമോഷൻ തരും. നിന്റെ കടലാസിൽ ദൈവം ഒപ്പിടിക്കും, നിന്റെ പേപ്പർ ദൈവം കൈകാര്യം ചെയ്യും. ഇതിനൊക്കെ ദൈവസന്നിധിയിൽ തെളിവുകളുണ്ട്. ആ കാര്യത്തിനകത്ത് സ്വർഗം പറഞ്ഞു, നീ നാളെ ചെല്ലാനാ പറഞ്ഞത്. പക്ഷെ അവര് ചെല്ലണ്ട വന്നില്ല. നേരം വെളുത്തപ്പോഴത്തേക്കും രാത്രി പതിയിരിപ്പുകാർ വന്നു. അവരാരാന്നറിയില്ല. പതിയിരിപ്പുകാരെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, ചില വ്യാഖ്യാതാക്കൾ പറയുന്നു ദൂതന്മാരാ വന്നതെന്ന് പറയുന്നു. ആരാന്ന് തെളിവില്ല. സ്തോത്രം, ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട്. ഇവർക്ക് വേണ്ടി ആരാ ഈ രാത്രി വന്നത്? പതിയിരിപ്പുകാരെന്ന് പറഞ്ഞ ആരാ വന്നത് അറിയില്ല. ഒരു സൈന്യത്തിന് നേരെ വന്നത്. സ്തോത്രം, ഒരു പെട്രോളിംഗ്, പോലീസ് പെട്രോളിംഗ് ജീപ്പ് വന്ന് നടക്കുകയല്ല, യുദ്ധത്തിന് വന്നിരിക്കുന്ന ശത്രുവാ. അപ്പൊ അതൊന്നുമല്ല, കട്ടക്കട്ട ഏറ്റുമുട്ടാൻ പറ്റി ആരാ വന്ന്? ഞാൻ വിചാരിക്കുന്നു സ്വർഗത്തിൽ നിന്നാ വന്നത്. അവര് വന്നതോട് കൂടെ ഇവർക്ക് ചെല്ലണ്ട വന്നില്ല. സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ 3-ാമത്തെ പടിയിലേക്ക് എത്തിയപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് പറയാം. 1, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. 2, ദൈവസന്നിധി വന്നു നിന്നു. 3, വീണ് നമസ്കരിച്ചു. 4-ാമത്തതും 5-ാമത്തതും കൂടി ഞാൻ വേഗത്തിൽ പറയാം. 4-ാമത്തത് 19-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കഹാത്യരും കോരഹരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. അപ്പോ ഒരു വലിയ സമൂഹമാണ്. 4-ാമത്തെ പടി, ലേവ്യർ എഴുന്നേറ്റു. ശുശ്രൂഷക്കാരായി. അപ്പൊ ഈ കൂട്ടത്തിനകത്ത് എല്ലാരും ഒന്നും എഴുന്നേറ്റില്ല. ഇതിനകത്തുള്ള ലേവ്യർ, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിച്ചവർ, ആരും പറയാതെ അവർ എഴുന്നേറ്റു. എന്തിനാ എഴുന്നേറ്റത്? അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. സ്തോത്രം. 4-ാമത്തെ പടിയാണ്.
ദൈവസന്നിധിയിൽ ചിലര് വീണ് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ശുശ്രൂഷിക്കാൻ നിന്നവർ എഴുന്നേറ്റു. ലേവ്യർ ശുശ്രൂഷാഗണമാണ്. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇവർ ചുമ്മാ എഴുന്നേക്കത്തില്ലല്ലോ, ഒരു പ്രേരണല്ല എഴുന്നേക്കത്തുള്ളൂ. ജനം ആരാധിക്കുന്നിടത്ത് ദൈവദാസന്മാർക്ക് ശുശ്രൂഷിക്കാൻ മുഖാന്തരം ഉണ്ടാവും. ജനം ദൈവസന്നിധിയിൽ വീണ് നമസ്കരിക്കുമ്പോൾ, ദൈവത്തെ വാഴ്ത്തുമ്പോൾ ദൈവം അവരെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. അവരുടെ കയ്യിലാണ് ദൈവമായ കർത്താവ് കൃപ കൊടുക്കുന്നത്, അവരുടെ കയ്യിലാണ് ദൈവമായ കർത്താവ് ദൂത് കൊടുക്കുന്നത്. ലേവ്യർ ശുശ്രൂഷക്കാരാണ്. സ്തോത്രം. ഒരു കൂട്ടർ ആരാധിക്കാൻ വീണപ്പോൾ മറ്റൊരു കൂട്ടർ ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സഭയിലേക്ക് നോക്കി, ഈ സൂമിലിരിക്കുന്ന 100 കണക്കിന് ആളുകളെ നോക്കി, കുടുംബങ്ങളെ നോക്കി പറയാം, സ്തോത്രം, അപ്പൻ വീണാരാധിച്ചാൽ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. സ്തോത്രം. അമ്മ ദൈവത്തെ കമന്ന് കിടന്ന് കണ്ണുനീരോടെ ആരാധിച്ചാൽ നിങ്ങളുടെ സന്തതിയിൽ ചിലതിനെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 4-ാമത്തെ കാര്യം, സ്വർഗസ്ഥനായ ദൈവം സ്തോത്രം ചിലരെ എഴുന്നേൽപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാവശ്യത്തെ ഈ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ആരും പറയാതെ ചിലർ എഴുന്നേക്കട്ടെ. നിങ്ങളുടെ വളർന്നു വരുന്ന മക്കള്, നിങ്ങളുടെ പ്രിയപ്പെട്ടവര് സ്തോത്രം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ നിങ്ങളുടെ കൂടെ വന്നിരിക്കുമെന്നുള്ളതല്ല, അതൊരു നല്ല സ്തോത്രം പോലും പറയാതിരുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ദൈവം പറയുന്നു, ഈ പ്രാവശ്യത്തെ മീറ്റിംഗിൽ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. വായടച്ചിരുന്നവരെ അത്യുച്ചത്തിൽ സ്തുതിക്കാൻ, പരിസരം മറന്ന് ആരാധിക്കാൻ അന്തരീക്ഷം മാറട്ടെ. നിന്റെ കുടുംബ പ്രാർത്ഥനയുടെ സഭയുടെ അന്തരീക്ഷം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയിൽ സ്തോത്രം വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് സൂമിൽ ആളുകൾ കയറിയിരിക്കുന്നതെന്ന് അറിയാം. പക്ഷെ ഇതിന്റെ ഏറ്റവും തായ്വേര് നിൽക്കുന്നത് അവിടെയാണല്ലോ. അവിടെ ഏതൊക്കെ ഭാഷക്കാരുടെ ആരാധനയുണ്ടെങ്കിലും, 100 കണക്കിന് ആളുകൾ കൂടുന്ന യോഗമുണ്ടെങ്കിലും നിങ്ങളിതൊന്ന് വിശ്വസിക്കണം. ഈ പുസ്തകത്തിലെ ദൂതുകൾ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ഞാൻ അതിൽ നിന്ന് പെറുക്കി അടുക്കി വെച്ചിരിക്കുന്ന 5 കല്ലുകളാണ്. 4-ാമത്തെ കാര്യം, ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ ആ സഭയ്ക്ക് വേണ്ടി ചിലർ എഴുന്നേൽപ്പിക്കട്ടെ. ആ സഭയിലേക്ക് ചിലർ വരാൻ എഴുന്നേൽക്കട്ടെ. ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചുറ്റുവട്ടത്ത് ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. രഹസ്യത്തിൽ സ്തോത്രം ആരാധിക്കുന്നവർ, പുറത്തു വരാത്തവർ, സത്യം അറിഞ്ഞിട്ടും അകത്തൊതുങ്ങിപ്പോയവർ, കുറച്ച് നാളുകളായി ഹൃദയത്തിനകത്ത് തീ പിടിച്ചവർ, സ്തോത്രം ദൈവിക വെളിപ്പാട് കിട്ടിയവർ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ, അകത്തിരുന്ന് അന്യഭാഷ പറഞ്ഞവർ, രഹസ്യത്തിൽ സ്നാനപ്പെട്ടവർ, ആരുമാകട്ടെ അവരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന നിമിത്തം ചിലർ എഴുന്നേൽക്കട്ടെ. ഈ സംഭവങ്ങൾ നേരിട്ടത്, ഈ വിഷയങ്ങൾ നേരിട്ടത് ചിലരെ എഴുന്നേൽപ്പിക്കാനായിരുന്നു എന്ന് സ്വർഗം തെളിയിക്കട്ടെ. എന്റെ വീട്ടിൽ ചില കാര്യങ്ങൾ നടന്നത്, എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടന്നത്, ഞാൻ ചില കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നത്, എന്റെ മുട്ടുകൾ കൂട്ടി ഇടിച്ചതുപോലെ ഭയപ്പെടേണ്ടി വന്നത്, എനിക്ക് നേരെ ചില പ്രശ്നങ്ങൾ എഴുന്നേറ്റത്, ഞങ്ങളുടെ കുടുംബത്തിൽ ചിലരെ, ഞങ്ങളിൽ ചിലരെ, എന്റെ പ്രിയപ്പെട്ടവരെ ആരാധിപ്പാൻ എഴുന്നേൽപ്പിക്കാനാണെന്ന് സ്വർഗസ്ഥനായ ദൈവം തെളിയിക്കുന്ന ഒരു മീറ്റിംഗ് ആയി പരിശുദ്ധാത്മാവ് ഇതിനെ മാറ്റട്ടെ. സ്വർഗം അത് തെളിയിക്കട്ടെ. ഇത് കഴിയുമ്പോൾ ചിലർ എഴുന്നേറ്റത് ശരിക്കും ബോധ്യമാകാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 5-ാമത്തെ കാര്യം കൂടി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുകയോട് ചെയ്യാം കേട്ടോ. നിങ്ങൾ വിശ്വസിക്കണം. സ്തോത്രം. അല്ലെ, നിങ്ങൾ ഒരു പക്ഷെ വിദേശ രാജ്യത്ത് ഇരുന്നു കൊണ്ടായിരിക്കാം കർത്താവിനെ സന്തോഷത്തോടെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. 7 ദിവസവും നിങ്ങൾ തുടർച്ചയായി പങ്കെടുക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കണം. സ്തോത്രം. പക്ഷേ നിങ്ങൾ അവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ ചിലരെ ആരാധിക്കാൻ ദൈവം എഴുന്നേൽപ്പിക്കും. സ്തോത്രം. അത് ഉൾക്കണ്ടുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് മഹത്വം കരയറ്റിക്കും. ചിലരെ കൂടെ ചേർത്ത് വെച്ചു, കർത്താവേ, എന്റെ അപ്പൻ അവിടെയുണ്ട്, എന്റെ അമ്മ അവിടെയുണ്ട്, എന്റെ സഹോദരൻ അവിടെയുണ്ട്, അവർക്ക് ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ വീണ് കിടന്ന് ആരാധിക്കുമ്പോൾ, 7 ദിവസക്കാലം ഉപവാസം എടുത്ത് സ്തുതിക്കുമ്പോൾ, ലീവ് എടുത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുമ്പോൾ, ഇതിനു വേണ്ടി വില മുടക്കുമ്പോൾ, കർത്താവേ, ഇതിന്റെ പിന്നാമ്പുറത്ത് ചിലരെ എഴുന്നേൽപ്പിച്ചേക്കണമേ എന്ന് ദൈവത്തോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്യും. സ്തോത്രം. 5-ാമത്തെ കാര്യം കൂടെ ഞാൻ ദൈവസ്നേഹത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതല്ലോ ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാരുടെയും സ്വയംഭൂതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. സ്തോത്രം. സംഭവത്തിന്റെ കൺക്ലൂഷൻ എങ്ങനെയാണ്? 5-ാമത്തെ പടിയാണ്. 5-ാമത്തെ പടിയുടെ ഇത്ര നേരം വീണ് കിടന്ന് ആരാധിച്ചു, എഴുന്നേറ്റ് സ്തുതിച്ചു, ഇതൊക്കെ ശരിയാണ്.
പക്ഷെ ഈ സ്തുതിക്കകത്തും ആരാധനയ്ക്കകത്തും തന്നെ ആത്മാർത്ഥതയ്ക്ക് വ്യത്യാസമുണ്ട്. സ്തോത്രം. അതിന്റെ ഒരു മൂന്നാം ലെവലാ കർത്തൃദാസനെ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ മൂന്നാമത്തെ ലെവലിലേക്ക് വന്നപ്പോ എന്നാന്നറിയാം, ചുമ്മാ വന്നിരുന്ന 4 സ്തോത്രം പറഞ്ഞു, ആരെന്നും പറഞ്ഞാ പറയിപ്പിച്ചു, അവസാനം 3 ഹല്ലേലൂയ പറഞ്ഞു, അങ്ങനെയൊക്കെ പോകുന്ന സ്ഥിതി അല്ല. പിന്നെ എന്താ പറ്റിയെന്നറിയാമോ? മൂന്നാമത്തെ പടിയിലേക്ക് വരികയും ആരാധന, 5ാമത്തെ പോയിന്റ് ആണ് പറയുന്നത്. പക്ഷേ ആരാധനയുടെ ഒരു മൂന്നാം ലെവൽ, സ്തോത്രം, ഞാന് ഈ ഭാഗം ഈ രീതിയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല, അതിന് ദൈവം സാക്ഷി. പക്ഷെ ഞാൻ ആത്മാവിൽ പറയാം, സ്തോത്രം, ഈ കൂട്ടത്തിനകത്ത് ആരാധനയ്ക്കൊരു മൂന്നാം ലെവലിലേക്ക് ഇന്ന് വരെ നമ്മൾ നിന്നു, ശരിയാ. പക്ഷേ ചിലരുടെ വിശാലമായ കണ്ണുകൊണ്ട് കാണണം. അത്രയൊക്കെ വേണോ എന്ന് പലരും ചോദിച്ചേക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടോ, എന്ത് ചെയ്യുന്നു നോക്കി, അവിടെ എഴുതിയിരിക്കുന്ന ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ചു. ഇത്രയും നേരം സ്തുതിക്കുകയോ ആരാധിക്കുകയോ വീഴുകയോ ഒക്കെ ചെയ്തു, പക്ഷെ ഒരു യൂണിഫോം ഇല്ലായിരുന്നു. ഇപ്പോൾ മൂന്നാം ലെവലിലേക്ക് ആരാധന മാറിയപ്പോൾ അവരുടെ വസ്ത്രം മാറി. അവർ പഴയതൊന്നും കൊണ്ടല്ല, വിശുദ്ധ അലങ്കാരം ധരിച്ചു. സ്തോത്രം, വിശുദ്ധ അലങ്കാരം ധരിച്ചു. അങ്ങനെ അതപ്പോ ആരും പറഞ്ഞിട്ടല്ല, ഇതിന്റെ പുറകിൽ പ്രത്യേകിച്ച് നിയമമൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ഇവര് തീരുമാനിച്ചു, സിസ്റ്റം മാറുകയാണ്. കുറച്ചുകൂടെ ഒരു വ്യത്യസ്ത, ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ദൈവസന്നിധി വന്ന് സ്തുതിച്ചിട്ട് പോകുകയല്ല. ഇവര് തീരുമാനിച്ചു ഇത് തുടരുകയാണ്. സ്തോത്രം. അവര് മനസ്സിലാക്കി, ഇപ്പൊ യുദ്ധം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 പേര് കൈ ഓർത്ത് പിടിച്ച് സ്തോത്രം പറഞ്ഞ് യേശുവിന്റെ രക്തം പറഞ്ഞ് വിടുകയല്ല. അവിടെ എഴുതിയ വാക്ക് കണ്ടോ, ഒരു സംഘത്തെ നിയമിച്ചു. ഞാൻ യഹോശാഫാത്തിനോട് ചോദിക്കുന്നു, ഇവിടെ സാറേ സ്തോത്രം, ഒരു ദിവസം കൊണ്ട് പ്രശ്നം തീരും, പിന്നെ എന്തിനാ ഇത്രയും കാശ് മുടക്കി യൂണിഫോം മേടിക്കുന്നേ, പിന്നെ എന്താ ഇത്രയും ടീമിനെ ഉണ്ടാക്കുന്നത്? ഇവരെല്ലാം കൂടി പിന്നെ ഒറ്റ ദിവസത്തേക്കാണെങ്കിൽ നിങ്ങളെല്ലാം കൂടി വട്ടം കൂടി നിന്നാ പോലെ. അയാൾ തീരുമാനിച്ചു, ഈ സംഭവങ്ങൾ ഞങ്ങളുടെ ആരാധനയെ മാറ്റി, ഞങ്ങൾക്ക് നേരെ വന്ന പ്രശ്നം ഞങ്ങളുടെ ചർച്ചിന്റെ അന്തരീക്ഷം മാറ്റി, ഞങ്ങളുടെ യൂണിഫോം മാറ്റി. പണ്ടും ഞങ്ങൾ സ്തുതിക്കുന്നവരായിരുന്നു, ഞങ്ങൾ തുടങ്ങിയപ്പോ അത് ആരാധനയ്ക്ക് വിട്ടു. പക്ഷെ ഇപ്പോൾ ഈ സംഭവം ഞങ്ങളെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചു. ഞങ്ങൾക്കൊരു വലിയ ടീം ഉണ്ടായി. അവരെഴുന്നേറ്റു, അവർ ദൈവസന്നിധിയിൽ സ്തോത്രം നിന്ന് ആരാധിക്കുകയല്ല, കിടന്ന് ആരാധിക്കുകയല്ല, ഇപ്പൊ അവർ നടന്ന് ആരാധിക്കാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ആദ്യം അവർ കിടന്ന് ആരാധിച്ചു, പിന്നെ അവർ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചു. മൂന്നാമത്തത് അവിടെ എഴുതിയിരിക്കുന്നത്, വിശുദ്ധാലങ്കാരം ധരിച്ചിട്ട് സൈന്യങ്ങളുടെ മുമ്പിൽ നടന്നുകൊണ്ട്, സ്തോത്രം, നടന്നുകൊണ്ട്. അവിടെ ഞാൻ പറഞ്ഞത്, അനുഭവം ഉള്ളവന്റെ ആരാധന മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്നും സ്തോത്രം, എന്നോട് ഞാൻ ഈ കാര്യങ്ങൾ ഇതുപോലെ പച്ചയ്ക്ക് തെളിച്ചു പറയുമ്പോൾ, കർത്താവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയുമ്പോൾ എന്നോട് വിഷമം തോന്നരുത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും വലിപ്പത്തിന്റെ കാലം മുതൽ ഒരുപോലെ തന്നെ പിന്നെ നിൽക്കേണ്ടി വരും. പക്ഷെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയാൽ ആരാധന മാറും. ഒട്ടുകുത്തിയും വീണ്ടും ആരാധിച്ചവൻ ഇപ്പം മാറിയിട്ടവൻ വിശുദ്ധാലങ്കാരം ധരിച്ചിട്ട് സൈന്യങ്ങളുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. നടന്നുകൊണ്ട് അവർ വാഴ്ത്താൻ തുടങ്ങി. ഒരു സംഘത്തെ നിയമിച്ചു. സ്തോത്രം. അത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴേക്കും ഈ കേറി വന്ന വിഷയത്തിന് ദൈവം ഒരു പരിഹാരം ഉണ്ടാക്കി. എവിടെന്നാ തുടങ്ങിയത്? എന്ത് ചെയ്യണമെന്ന് അറിയാതെ തുടങ്ങിയത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇതുപോലെ പ്രാർത്ഥനയ്ക്കും വരികയില്ല, യോഗത്തിനും വരികയില്ല, വേദോത്സവം വായിക്കാത്തവൻ ചിലപ്പോൾ ഒരു കുപ്പി വിഷത്തിലോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലോ ഒരു മുഴം കയറിലോ തീരും. എന്ത് ചെയ്യണമെന്ന് അറിയാത്തവൻ. പക്ഷേ തിരുവഴുത്തിലേക്ക് തിരിയുന്നവന്റെ മുമ്പിൽ 100 വഴികൾ ദൈവം തുറന്നു. നിങ്ങളെ ഞാൻ ഓർപ്പിക്കുന്നു, അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 5 കാര്യങ്ങൾ അവർ ചെയ്തു. 1, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. 2, ദൈവസന്നിധിയിലേക്ക് അവർ വന്നു. 3, അവർ ആരാധിക്കാൻ, വീണ് കിടന്ന് ആരാധിക്കാൻ തുടങ്ങി. 4, ചിലർ അതിനിടയിൽ ആരും പറയാതെ എഴുന്നേറ്റു. 5, സ്തോത്രം, വിശുദ്ധാലങ്കാരം ധരിച്ച്. ഇത് പ്രശ്നം തീരുന്നത് കൊണ്ട് നിൽക്കുകയല്ല. നമ്മൾ പലരും ഓർത്തു നോക്കി, ഞാനൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് ആദ്യം വന്നത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കൊടുമ്പിരി കൊണ്ട വിഷയത്തിലാണ്. നമ്മൾ വിചാരിച്ചത് പ്രശ്നം തീരുമെങ്കിൽ ഇറങ്ങിപ്പോരാം എന്ന് വിചാരിച്ചത്. 32 കൊല്ലമായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റിയിട്ടില്ല. സ്തോത്രം. നമ്മളീ പലരും ഉപദേശിയെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ച് കാര്യം നടത്തി പോകാൻ ഓർത്തോണ്ടാണ് വന്നത്. പക്ഷേ
ദൈവം പിന്നെ വിട്ടില്ല. യുദ്ധം തീരുമ്പോൾ ആരാധന നിർത്താന്നാ വിചാരിച്ചത്. പക്ഷെ യുദ്ധം തീരുന്നതിനേക്കാൾ മുമ്പ് ഒരു സംഘത്തെ നിയമിച്ചു. ഇത് തീരിയല്ല. കർത്താവ് വരുവോളം, സ്തോത്രം, നിന്റെ ആയുഷ്കാലം മുഴുവൻ തലമുറയായി ദൈവമായ കർത്താവ് ഒരു സംഘത്തെ നിയമിച്ചു കഴിഞ്ഞു. ഒരു യൂണിഫോം, ഒരു വിശുദ്ധാലങ്കാരം തന്നു കഴിഞ്ഞു. ദൈവം അതിന്റെ വഴി ഒരുക്കി കഴിഞ്ഞു. അതോടുകൂടി പ്രശ്നവും തീർന്നു. ആത്മീകത്തിന്റെ ഒരു സെറ്റപ്പ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പുറവശത്ത് വന്ന വിഷയം ഏത് വഴിക്ക് പോയി എന്നറിയില്ല. പുക പതറുന്ന പോലെ അവരും പോയില്ലേ. അമോന്യരും മോവാബരും മെയ്യൂനരും എല്ലാം സംഘം ചേർന്ന് ഇല്ലാതാക്കുന്നു പറഞ്ഞു വന്നതാ. അവർ ഏത് വഴിക്ക് പോയി എന്നറിയാല. ആരവരെ ഓടിച്ചെന്നറിയാല. അവരുടെ അഡ്രസ് ഇല്ല. ആരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നറിയാല. അവര് ചെയ്യേണ്ട വന്നില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താൻ കേട്ടോ. ഞാൻ അമിത വിശ്വാസക്കാരനാ. ഞാൻ ഈ ഭാവമൊക്കെ പ്രായോഗികമായി കാണുന്നവൻ. സ്തോത്രം. ഡോക്ടർ എഴുതി തന്ന് കാണും. നമ്മൾ പറഞ്ഞില്ലേ, നാളെ അവരുടെ നേരെ ചെല്ലാൻ പറഞ്ഞ പോലെ അധികം പ്രിസ്ക്രിപ്ഷനായി തന്നെ കാണുക. ഡോക്ടർ എഴുതി തന്ന് കാണും, പോയി സ്കാൻ ചെയ്യണം, ബയോപ്സിക്കായി. അതൊന്നും ചെയ്യേണ്ട വന്നില്ല. അതിനു മുമ്പേ പ്രശ്നം തീർന്നു. അതുപോലെ ദൈവം ചെയ്യാൻ വിശ്വസ്തനാ. ഞാൻ ആ വാക്കും വ്യാഖ്യാനം ഒക്കെ അറിഞ്ഞുകൊണ്ട് ആത്മാവിൽ പറയുക. ഈ 7 ദിവസം കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് പരിശോധിക്കാമെന്നോ ഒന്ന് ഇന്നതുപോലെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ, അത് ചെയ്യേണ്ടതൊന്നും വരികയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസ്തനായി ദൈവപാതപീഠത്തിൽ ഏൽപ്പിച്ച് കർത്താവിന്റെ കാര്യങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ച് കാര്യം നടത്തിയിട്ട് പോകാനല്ല, എനിക്ക് അങ്ങയുടെ കൂടെ നിൽക്കാനാണ്. രൂത്ത് പറഞ്ഞതുപോലെ, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും, നിന്റെ ജനം എന്റെ ജനം എന്ന തീരുമാനത്തോടു കൂടി ദൈവസന്നിധിയിൽ വീണ് കിടന്ന് ആരാധിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ, നീ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, നീ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിരിക്കുന്നത് കൊടുക്കേണ്ടൊന്നും വരികയില്ല. അതൊന്നും 1 രൂപ മുടക്കാതെ കർത്താവ് കാര്യം തീർക്കും. അതിനിടയാക്കട്ടെ എന്ന് ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഈ ഫസ്റ്റ് ഡേ തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് ദൈവത്തിന്റെ വലിയ കരുണയ്ക്ക് കാരണമാകട്ടെ. ഈ ആഴ്ച തീരുമ്പോഴേക്കും ഇതിനേക്കാളൊക്കെ അപ്പുറം സംഭവിക്കട്ടെ. ഞാൻ ഒന്നോടെ കർത്താവിന്റെ ദാസന്റെ സഭയെ നോക്കി ഇവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഇതൊരു യൂണിഫോമിലേക്ക് എത്തും. ഇതൊരു ഭയങ്കരമായിരിക്കുന്ന മൂവ്മെന്റ് ആകും. ഇത് നിങ്ങൾ പോലും അറിയാതെ ഒരു വലിയ ക്രമീകരണം ദൈവമായ കർത്താവ് ചെയ്യും. സ്തോത്രം. ആളുകൾക്ക് അവിടെ നിന്ന് ആരാധിക്കാൻ പറ്റിയല്ല, ഇരുന്ന് ആരാധിക്കാൻ പറ്റിയല്ല. സ്തോത്രം. അതുപോലത്തെ ആത്മസാന്നിധ്യം ഇറങ്ങി വരും. ജനങ്ങൾ നടന്നാരാധിക്കുന്ന അടുത്ത ലെവലിലേക്ക് മാറാൻ തുടങ്ങും. കർത്താവിന് സ്ഥലം നിൽക്കുന്നവന്റെ കാലുകൾ ഉറക്കില്ല. ദൈവപ്രവൃത്തി ആരംഭിക്കും. ആരാധനയുടെ 3ാം മണ്ഡലം എന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോ. അതെങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. സഭയുടെ ഒരു 3ാമത്തെ മേഖലയിലേക്ക്, സ്പിരിച്വൽ റലത്തിന്റെ 3ാം മണ്ഡലത്തിലേക്ക് കർത്താവ് ഈ പ്രാർത്ഥനയ്ക്ക് അപ്പുറം നയിക്കും. ശുശ്രൂഷകൾക്ക് മാറ്റം വരും. പുൾപിറ്റ് റെവലേഷനുകൾ ദൈവം തരാനിടയാകും. സ്തോത്രം. അങ്ങനെ ഒരുക്കി വെച്ചതൊന്നും പ്രസംഗിക്കേണ്ടി വരില്ല. ആത്മാവ് പല കാര്യങ്ങളിലൂടെ നടത്തും. അത് ഭയങ്കര വിടുതലിലേക്ക് എത്തിക്കും. ആ കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. എനിക്ക് ഏറ്റവും പ്രിയമുള്ള പലരും അതിനകത്തുണ്ട്. എല്ലാവരും നിങ്ങൾ അനുഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനസ്സലിവിന്റെ മഹാദൈവമേ, കരുണയുള്ള കർത്താവിന്റെ തിരുമുമ്പാകെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയോട് അങ്ങയുടെ ദൂത് പറയാൻ ദൈവം എനിക്ക് കൃപ തന്നല്ലോ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഈ ഭാഗത്തുനിന്ന് പ്രസംഗിച്ചതാണ്. പക്ഷെ ഈ വാക്കുകളോ ഈ ദൂതുകളോ ഈ വ്യാഖ്യാനങ്ങളോ ഒന്നും അവിടെ പറയാൻ ദൈവം അനുവദിച്ചില്ല. അവിടെ പറയാത്ത പലതും മാറ്റിവെച്ചത് എന്റെ കർത്താവ് ഈ സഭയ്ക്ക് വേണ്ടി. പണ്ട് ശൗല് കഴുതകളെ നഷ്ടപ്പെട്ട് ശൗമേൽ പ്രവാചകന്റെ പ്രവാചക കൂടാരത്തിൽ ചെന്ന് കയറിയപ്പോൾ ശൗമേല് ദൈവമേ കലവറക്കാരനോട് പറഞ്ഞു, ഇന്നലെ ഞാൻ നിന്നോട് മാറ്റിവെക്കാൻ പറഞ്ഞ കൈക്കുറകെടുത്ത് ഇവന് കൊടുത്തേക്കാൻ എന്നതുപോലെ എന്റെ ദൈവമേ, ഇന്നലകളിൽ പറയാതെ മാറ്റിവെച്ചത് ഇന്ന് എന്റെ കർത്താവ് ഈ സഭയ്ക്കും ഈ മക്കൾക്കും നീ കൊടുത്തതിനായി സ്തോത്രം. എന്റെ അപ്പ, ഞാൻ അതിര് കടന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന നിമിഷത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ, ചില പൈസ കൊടുത്താലും വേണ്ടില്ല, ചില പണം മുടക്കിയാലും വേണ്ടില്ല, പ്രശ്നം അങ്ങ് തീരട്ടെ എന്നോർത്ത് ദൈവം എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഇതൊരു അത്ഭുത സാക്ഷ്യമാക്കണേ. 1 രൂപ കൊടുക്കേണ്ടി വരരുത്. ആ പ്രശ്നം അങ്ങ് തീരണം. 1 ഗുളിക കഴിക്കേണ്ടി വരരുത്. അതുപോലെ ദൈവം തീർക്കണം അപ്പ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറഞ്ഞു, നാളെ ഈ നേരത്ത് അവരുടെ നേരെ ചെല്ലാൻ, പക്ഷെ അവർ ചെല്ലേണ്ടി വന്നില്ല.
നേരം പുലരുന്നതിനേക്കാൾ മുമ്പ് പതിയിരിപ്പുകാരെ വരുത്തി പ്രശ്നം തീർത്തവനെ, സഭ ഏതൊക്കെ വിഷയത്തെയാ ഫേസ് ചെയ്യുന്നത് എനിക്കറിയില്ല. സൂമിൽ ഇരിക്കുന്ന ദൈവമക്കൾ ഏതൊക്കെ കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന അറിയില്ല. പക്ഷെ എന്റെ വിനീതമായ പ്രാർത്ഥനയാണ്, എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എനിക്കുള്ള വിശ്വാസമാണ്. വചനത്തെ ഞാൻ അത്രയ്ക്ക് വിശ്വസിക്കുന്നു, അത്രയ്ക്ക് സ്നേഹിക്കുന്നു. കർത്താവ് തന്ന ദൂതനെ അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഇവർ ഒരു രൂപ മുടക്കേണ്ടി വരാതെ ചില കാര്യങ്ങൾ നടത്തും. ഇവരൊന്നും ചെയ്യേണ്ടത്, അങ്ങേ ആരാധിച്ചു, അങ്ങേ വീട് നമസ്കരിച്ചു, അങ്ങയുടെ വചനം കേട്ടു, അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നു എന്നുള്ള കാരണം കൊണ്ട് നീ ഇനി ഒന്നും മുടക്കണ്ട, നീ ഇനി കണ്ണുനീരൊഴുക്കണ്ട, നീ ഇനി ആരുടെ കാല് പിടിക്കണ്ട, നീ ഇനി ഒരു ഫോം പോലും ഫില്ലപ്പ് ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ, ഇങ്ങനെ തന്നെ ചില സാക്ഷ്യങ്ങൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഈ കൂട്ടായ്മയ്ക്കകത്ത് നടക്കട്ടെ. കർത്താവ് ഇത് ചെയ്യട്ടെ. അപ്പച്ചന്റെ നാമം മഹത്വം എടുക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന അപ്പനമ്മമാർ ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ മക്കൾക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അലോട്ട്മെന്റുകളൊക്കെ തീർന്നു, കൂടെ പഠിച്ചവരൊക്കെ ഒരു കര പറ്റി. എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ദൂതനെ മുറുകെ പിടിക്കട്ടെ. അപ്പ ദൈവത്തിന്റെ കൃപ കൊണ്ട് അവരെ നിറച്ചേക്കണം. അതിലെല്ലാറ്റിലുപരി ഞാൻ ഒരു പടി കൂടി ആത്മാവിൽ വിശ്വസിക്കുന്നു. കർത്താവെ, അവിടുത്തെ ബഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ സ്പിരിച്വൽ റലം തന്നെ മാറണം. ഒരു 3ാം ലെവൽ വർഷിപ്പ്. അത് ഏത് രൂപത്തിൽ, ഏത് മോഡലിൽ വരുമെന്ന് അറിയില്ല കർത്താവേ. ആദ്യം അവർ വീണ് കിടന്ന് ആരാധിച്ചു, പിന്നെ അവർ സ്തുതിക്കാൻ എഴുന്നേറ്റു. എല്ലാറ്റിനും അപ്പുറം അവർ വിശുദ്ധാലങ്കാരം ധരിച്ചു, തമ്മിൽ ആലോചിച്ചു. ദൈവമായ കർത്താവേ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. വേറൊരു രീതി, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ലെവല്, ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്തൊരു സ്ഥിതി, ആത്മാവിന്റെ ഒരു നടത്തിപ്പ് കർത്താവ് സഭയ്ക്കകത്ത് വരുത്തട്ടെ. അത് നിമിത്തം അനേകർ ദൈവത്തെങ്കിലേക്ക് വരട്ടെ. ഒരിക്കൽ വരുന്നവന് പിരിയാൻ കഴിയാതിരിക്കട്ടെ. അങ്ങനെ ഞാൻ ബ്ലസ് ചെയ്യുന്നു, മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് അത് ചെയ്യും. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ദാസനെ പ്രത്യേകം ഓർക്കുന്നു. കർത്താവിന്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടും അസാധാരണമായിരിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷ കൊണ്ടും നിറച്ചേക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.